ഓക്കെ, നമുക്കിനി സെക്ഷൻ 10-ലെ അമെൻമെൻറ്റിന് ശേഷം നമുക്കിനി അടുത്തതായിട്ട് വന്നിരിക്കുന്ന സെക്ഷൻ 12-ലുള്ള ഒരു അമെൻമെൻറ്റാണ്. പക്ഷേ 12-ലെ അമെൻമെൻറ്റ് അത്ര വലിയ പ്രാധാന്യമുള്ള ഒരു അമെൻമെൻ്റ് അല്ല. അതായത് അത് അങ്ങനെ എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യത ഉണ്ടാവില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടൈമിൻ്റെ ഒരു എക്സ്റ്റൻഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതത്ര വലിയൊരു സംഭവമല്ല. ഇതിൽ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് നമ്മൾ GST ഇൻകം ടാക്സ് എക്സംഷന് വേണ്ടിയിട്ട് നമ്മൾ വി നീഡ് ടു അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ ഫോർമാലിറ്റിയൊക്കെ നമുക്കൊരു 3-4 വർഷം മുന്നേ നമുക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രജിസ്ട്രേഷൻ ഫോർമാലിറ്റി എല്ലാം പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 12AB-യിലാണ്. അപ്പോൾ ഓൾറെഡി എക്സംഷൻ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഈ 12AB പ്രകാരം പുതിയ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നാണ് നിയമം. പക്ഷെ അതിനൊരു സമയപരിധിയുണ്ട്. ആ സമയപരിധി നമുക്ക് കഴിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഈ പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്കുള്ള എക്സംഷൻ നഷ്ടപ്പെടുകയും നമുക്ക് ടാക്സ് ലയബിലിറ്റി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിനെ സംബന്ധിച്ച് with effect from 1/10/2024 the provision has been amended to provide that principal commissioner or commissioner may condone the delay in filing application. അതായത് നമ്മളിപ്പോൾ അപേക്ഷ കൊടുക്കാൻ വൈകിയിട്ടുണ്ടെങ്കിൽ ആ വൈകിയത് കുഴപ്പമില്ല എന്ന് വയ്ക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്? അല്ലെങ്കിൽ അത് സമയം നീട്ടിത്തരാനുള്ള അധികാരം ആർക്കുണ്ട്? പ്രിൻസിപ്പൽ കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണർ. നിങ്ങൾ ആർക്ക് മുമ്പാകെയാണോ അപേക്ഷ കൊടുത്തത് അദ്ദേഹത്തിന് ഉണ്ടാകും ആൻഡ് ട്രീറ്റ് such application as filed within time. The delay may be condoned if he considers that there is a reasonable cause for the same. അതായത് നമ്മളിപ്പോൾ ഈ രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ കൊടുത്ത അപേക്ഷ സമയപരിധി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് ക്ഷമിച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള അവകാശം പ്രിൻസിപ്പൽ കമ്മീഷണർക്കോ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ആ ഒരു പുതിയ അമെൻമെൻറ്റ്. അത്ര വലിയ കാര്യം എടുക്കേണ്ട ആവശ്യം നമുക്കില്ല. ശരി, ഇനി നമുക്ക് സാലറി ഹെഡിൽ വന്നിരിക്കുന്ന ഒരു അമെൻമെൻ്റാണ്. ഇത് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിലൊക്കെയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ഫൈനൽ ലെവലിൽ അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം ഫൈനൽ ലെവലിൽ നമുക്ക് ചോദിക്കാൻ വേറെ ചോദ്യങ്ങളുണ്ട്, വേറെ ഏരിയാസ് ഉണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ശരി, സാലറിയിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനുമായി ബന്ധപ്പെട്ടാണ്. സെക്ഷൻ 61A. അപ്പോൾ നമുക്ക് നിലവിൽ 50,000 രൂപയാണ് നമുക്ക് ഡിഡക്ഷൻ ഉള്ളത്. നിങ്ങളിപ്പോൾ ഓൾഡ് ടാക്സ് റെജിം ചൂസ് ചെയ്താൽ ഇപ്പോഴും 50,000 രൂപ തന്നെയാണ് പരമാവധി കിട്ടാവുന്ന ഡിഡക്ഷൻ. പക്ഷേ ഇത് 75,000 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇഫ് യു ആർ ഓപ്റ്റിംഗ് ന്യൂ ടാക്സ് റെജിം അഥവാ ഡീഫോൾട്ട് ടാക്സ് റെജിമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 50,000 രൂപ വരെ കിട്ടിയിരുന്ന ഡിഡക്ഷൻ ഇപ്പോൾ 75,000 റുപ്പീസ് ആക്കിയിട്ടുണ്ട്. ദ provision has been amended to increase the amount of standard deduction to 75,000 if the assessee is under default tax regime. അപ്പോൾ ഓൾഡ് ടാക്സ് റെജിമിൽ ആ ഒരു മാറ്റം വന്നിട്ടില്ല. അതിപ്പോഴും 50,000 രൂപ തന്നെയാണ്. പിന്നെ PGBP അതൊരു ഹൗസ് പ്രോപ്പർട്ടിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. നേരത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോൾ പല സുപ്രീം കോടതി വിധിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെന്നൈ പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന വേഴ്സസ് CIT എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോൾ ഒരു അസസിയുടെ ബിസിനസ് എന്ന് പറയുന്നത്, അസസി പറയുകയാണ് എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ നിർമ്മിച്ച് വാടകയ്ക്ക് കൊടുക്കുന്നതാണെങ്കിൽ ആ കിട്ടുന്ന വാടക എനിക്ക് ബിസിനസ് ഇൻകമായി കണക്കാക്കാൻ അനുവദിക്കണം. അതൊരു ബിസിനസ് റെസീറ്റായിട്ട് കണക്കാക്കാൻ അനുവദിക്കണം. ആ റെസീറ്റിൽ നിന്ന് എനിക്ക് ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ എനിക്ക് PGBP ഹെഡിൽ എന്നെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള വിധിയായിരുന്നു കിട്ടിയത്. അതായത് ഇപ്പോൾ ഒരാളുടെ ബിസിനസ് എന്ന് പറയുന്നത് ബിൽഡിങ്ങും കോംപ്ലക്സുകളും ഒക്കെ പണിതിട്ട് അത് വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. അതിൽ നിന്ന് കിട്ടുന്ന വാടക ബിസിനസ് ഇൻകമായി ട്രീറ്റ് ചെയ്യാനുള്ള അവകാശം അസസിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള അമെൻമെൻ്റാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു വ്യക്തി കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ 1 യൂണിറ്റ് ആയാലും 2 യൂണിറ്റ് ആയാലും 10 യൂണിറ്റ് ആയാലും 100 യൂണിറ്റ് ആയിരുന്നാലും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കെട്ടിടത്തിൽ നിന്ന് കിട്ടുന്ന വാടക അത് ഇനി മുതൽ അത് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ എടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്നത് എൻ്റെ ബിസിനസ് ആണ് എന്ന് അവകാശപ്പെടാൻ ഇനി മുതൽ കഴിയില്ല. യെസ്, സോ ഇറ്റ് ഈസ് ക്ലാരിഫൈഡ് ദാറ്റ് any income from letting out of a residential house or a part of the house by the owner shall not be chargeable under the head profits and gains of business or profession and shall be chargeable to under the head income from house property. അപ്പോൾ അത് ഏത് ഹെഡിലേ വരത്തുള്ളൂ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ഇനി മുതൽ അത് വരത്തുള്ളൂ.
ഇനി BGBP വന്നിരിക്കുന്ന മറ്റൊരു ഡിഡക്ഷൻ 80 CCD എന്താണെന്നുള്ളത് നമുക്കറിയാം. കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് NPS ആണ്. സോ എംപ്ലോയീസിൻ്റെ പേരിലുള്ള NPS ഫണ്ടിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്താൽ അത് എംപ്ലോയർക്ക് ഒരു ബിസിനസ് എക്സ്പെൻഡിച്ചറാണ്. ആ ബിസിനസ് എക്സ്പെൻഡിച്ചർ അയാൾക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ആസ് പെർ സെക്ഷൻ 36(1)(4)A പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമുക്കറിയാം. ഇപ്പോൾ അതിലൊരു അമെൻമെൻറ്റ്, അതിനകത്ത് 10(4)A തന്നെ ഒരു ലിമിറ്റ് പറയുന്നുണ്ടായിരുന്നു. പരമാവധി ക്ലെയിം ചെയ്യാൻ പറ്റുന്ന തുക എന്ന് പറഞ്ഞാൽ 10% ഓഫ് ദി സാലറി എന്നാണ് നമുക്ക് പറഞ്ഞത്. സോ ഇവിടെ പറയാണ്, it does not exceed 10% of salary of the employee in the previous year shall be allowed as deduction to the employer. ആ കോൺട്രിബ്യൂട്ട് ചെയ്ത തുക എംപ്ലോയർക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. എത്ര ശതമാനം വരെയാണെങ്കിൽ 10% ഓഫ് ദി സാലറി. It is amended to increase the amount of employer contribution allowed as deduction to the employer to the extent of 10% to the extent of 14% of the salary. അപ്പോൾ ഫ്രം 10%, 10% നിന്ന് അത് 14% വരെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എംപ്ലോയിയുടെ ശമ്പളത്തിൻ്റെ 14% വരെ ഇപ്പോൾ എംപ്ലോയർക്ക് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ അത് ഡിഡക്ഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷനായിട്ട് അനുവദിക്കും. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. സെക്ഷൻ ഏതാണ്? 36(1)(4)A. സെക്ഷൻ 36(1)(4)A. ഇതാണ് സെക്ഷൻ. പിന്നെ നമ്മുടെ സെക്ഷൻ 37 ജനറൽ ഡിഡക്ഷൻ ആണ്. നിങ്ങളൊരു എക്സ്പെൻഡിച്ചർ മുടക്കിയിരിക്കുന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ആ എക്സ്പെൻഡിച്ചർ അത് 30 മുതൽ 36 വരെ കവർ ചെയ്യാത്തൊരു എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 37 പ്രകാരം ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. കണ്ടീഷൻ അത് പൂർണ്ണമായും ബിസിനസ്സിന് വേണ്ടി ഈ വർഷം അതാത് വർഷം മുടക്കിയ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. ആ എക്സ്പെൻഡിച്ചറിന് ബിസിനസ്സുമായിട്ട് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ബന്ധമുണ്ടായിരിക്കണം. പിന്നെ അതിന് പ്രൊവിഷ്യോസ് ഉണ്ട്, എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതിനകത്ത് പറയുന്ന കാര്യമുണ്ട്, ബിസിനസ്സിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ പോലും അതൊരു ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാകരുത്. അതായത് ഇപ്പോൾ നിങ്ങൾ കൈക്കൂലി കൊടുത്തതുപോലെയോ അല്ലെങ്കിൽ മറ്റ് ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തികൾക്ക് വേണ്ടി ചിലവാക്കിയതോ ആകാൻ പാടില്ല. ലീഗൽ ലോഫുൾ പർപ്പസിന് വേണ്ടി ചിലവാക്കിയത് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ഒഫൻസ് ആകാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ, ഇല്ലീഗൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് വരുന്ന പെനാൽറ്റി, ഫൈൻ ഇവയൊന്നും തന്നെ 37 പ്രകാരം ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയില്ല. ഇപ്പോൾ അവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നു. ആ ഒരു കാര്യത്തിലേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്പ്ലനേഷൻ 1 ഓഫ് സെക്ഷൻ 37 പ്രൊവൈഡ്സ് ദാറ്റ് എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ആൻ അസസി for any purpose which is an offence or which is prohibited by law shall not be deemed to have been incurred for the purpose of business or profession, and no deduction shall be made in respect of such a expenditure. Explanation 3 clarified that expenditure incurred by an assessee for any purpose which is an offence or which is prohibited by law referred in explanation 1 includes expenditure incurred for any purpose which is an offence or prohibited by any law enacted in or outside India. നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ചിലവാക്കിയ കാശാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ, നിയമവിരുദ്ധം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്കകത്തോ പുറത്തോ, ഇന്ത്യക്ക് പുറത്ത് നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്ത് ചെയ്താലും ഇന്ത്യക്ക് അകത്ത് നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയിരുന്നാലും ഇത് നമുക്ക് ഡിഡക്ഷനായിട്ട് എന്ത് ചെയ്യത്തില്ല, അനുവദിക്കാനായിട്ട് കഴിയില്ല. ഓർ ഈസ് ഇൻകേർഡ് ടു പ്രൊവൈഡ് എനി ബെനിഫിറ്റ് ഓഫ് പെർക്യൂസിറ്റി ഇൻ വാട്ട്സോ എവർ ടു എ പേഴ്സൺ വെദർ ഓർ നോട്ട് ക്യാരിയിങ് ഓൺ business of excessive provision and acceptance of such benefit or perquisite by such a person is in violation to any law or law guideline under the law governing the conduct of such a person. അതായത് ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ ഒരാൾക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായി നമ്മൾ ചിലപ്പോൾ ആൾക്കാർക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊമോഷന് വേണ്ടി നമ്മൾ പല ആൾക്കാർക്കും ഗിഫ്റ്റും സമ്മാനങ്ങളൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ഒരു കസ്റ്റമർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പല വിധത്തിലുള്ള സമ്മാനങ്ങൾ അയാളെ സന്തോഷിപ്പിച്ച് നിർത്താൻ വേണ്ടി നമ്മൾ പലതും കൊടുക്കും. ഇപ്പോൾ അയാൾക്ക് ട്രീറ്റ് ചെയ്യും, അയാൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കും, ചിലപ്പോൾ ഡ്രിങ്ക്സ് മേടിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ മുടക്കുന്ന ചിലവെല്ലാം നമ്മുടെ ബിസിനസ് എക്സ്പെൻഡിച്ചറാണോ? ഒരു സംശയം വേണ്ട, അത് ബിസിനസ് എക്സ്പെൻഡിച്ചർ തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആ വ്യക്തിക്ക് അത് മേടിച്ചു കൊടുത്തു, പക്ഷേ അയാൾ ഒരു പ്രൊഫഷണലാണ്, അല്ലെങ്കിൽ അയാൾ ഒരു ഒരു ലൈസൻസ്ഡ് പ്രൊഫഷണലാണെന്ന് വിചാരിക്കുക. ഇപ്പം അയാളൊരു CA കാരനോ CMA കാരനോ ഡോക്ടറോ അഡ്വക്കേറ്റോ ഒക്കെയാണ്. നമ്മൾ അയാൾക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുന്നു, അത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷേ
അയാൾക്ക് ആപ്ലിക്കബിൾ ആകുന്ന കുറേ നിയമങ്ങളുണ്ട്. ആ നിയമപ്രകാരം അയാൾക്ക് അതൊന്നും സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ അത് നമ്മൾ ഇൻ്റർവൽ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡോക്ടർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു മരുന്ന് കമ്പനി ഡോക്ടർക്ക് പലതും ഓഫർ ചെയ്യും. കാരണം ഡോക്ടർ മരുന്ന് എഴുതിയാലുള്ള മരുന്ന് കമ്പനിക്ക് ലാഭമുള്ളൂ. അപ്പോൾ മരുന്ന് എഴുതാൻ വേണ്ടിയിട്ട് മരുന്ന് കമ്പനി ഡോക്ടർക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ ഓഫർ ചെയ്യുകയാണ്. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ നിയമപ്രകാരം ഡോക്ടർക്ക് മെഡിക്കൽ കൗൺസിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഗൈഡ് ലൈൻസ് പ്രകാരം ഈ ഡോക്ടർമാർ മരുന്ന് കമ്പനികളിൽ നിന്ന് ഇതൊന്നും സ്വീകരിക്കാൻ പാടില്ല. മരുന്ന് കമ്പനിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇത് അവരെ സംബന്ധിച്ച് ഒരു ബിസിനസ് പ്രൊമോഷൻ എക്സ്പെൻഡിച്ചറാണ്, അത് അവർക്ക് ക്ലെയിം ചെയ്തുകൂടെ. പക്ഷെ ഇത് കൊടുക്കുന്നത് കൊണ്ട് മരുന്ന് കമ്പനിക്കൊന്നുമില്ല. പക്ഷെ അത് ഡോക്ടർ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു, സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ സ്വീകരിക്കാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ഡോക്ടർക്ക് കൊടുത്താൽ അത് നമ്മുടെ തെറ്റല്ലെങ്കിൽ പോലും നമുക്കത് ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് അനുവദിക്കാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി settlement of amount are incurred due to an infraction of law and relate to contravention etc. and therefore should not be allowed as business expenses. അതായത് നമ്മൾ ഇൻഫ്രാക്ഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിയമം വയലേറ്റ് ചെയ്യുന്നു. ഓക്കെ, നിയമം വയലേറ്റ് ചെയ്തത് പ്രകാരം നമുക്ക് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പലതരത്തിലുള്ള സെറ്റിൽമെൻറ്റുകളിലേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മൾ ഒരാളുമായിട്ട് ഞാനൊരു നിയമവിരുദ്ധമായ പ്രവർത്തനം ചെയ്യുക വഴി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, ശരിക്കും ഞാൻ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഞാനത് നിങ്ങൾക്ക് കാശ് തന്ന് സെറ്റിൽ ചെയ്യാണ്. അങ്ങനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഞാൻ മുടക്കുന്ന കാശ് എനിക്ക് ഇതെൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്കിത് ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, ഇറ്റ് ഈസ് അമെൻഡഡ് ടു ക്ലാരിഫൈ ദാറ്റ്, ശ്രദ്ധിച്ചിരിക്കണം, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ആൻ അസസി ഫോർ എനി പർപ്പസ് which is an offense or which is prohibited by law under explanation 1 shall include any expenditure incurred by an assessee to settle proceedings initiated in relation to a contravention under any law for the time being in force. So okay, settle proceedings initiated in relation to contravention under any law for the time being in force as may be notified by central government in the official gazette in this behalf. അപ്പോൾ നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയും അത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി നമ്മൾ മുടക്കുന്ന പണവും ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് വേണ്ടി മുടക്കിയ പ്രവർത്തനമായി കണക്കാക്കി അത്തരം എക്സ്പെൻഡിച്ചറുകൾ നമുക്ക് ഡിഡക്ഷനായിട്ട് അനുവദിക്കുകയില്ല. ഇതാണ് PGVP നമ്മുടെ സെക്ഷൻ 37മായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന. PGVP പ്രധാനമായും 3 അമെൻമെൻറ്റ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തെ അമെൻമെൻറ്റ് നമ്മൾ പറഞ്ഞത് വാടക വരുമാനം. ഇനി മുതൽ വാടക വരുമാനം നമുക്ക് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾ നമ്മൾ വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന വാടക വരുമാനം ഒരു സംശയവും വേണ്ട. അതിനി എത്ര വീട് വാടകയ്ക്ക് കൊടുത്താലും അത്തരത്തിൽ വാടകയ്ക്ക് കൊടുക്കുന്നത് എൻ്റെ ബിസിനസ്സായി കണക്കാക്കാൻ കഴിയില്ല. അത് പൂർണ്ണമായി ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലാണ് വരേണ്ടത്. ദെൻ NPS, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, NPSയിലേക്കുള്ള എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 14% ഓഫ് സാലറി ഓഫ് എംപ്ലോയി കുഡ് ബി ക്ലെയിംഡ് ആസ് ഡിഡക്ഷൻ ബൈ ദി എംപ്ലോയർ. അതുപോലെ തന്നെ നമ്മൾ ഈ സെറ്റിൽമെൻറ്റ് എമൗണ്ട് ബീങ് പെയ്ഡ് ഫോർ സെറ്റിൽ കോൺട്രവെൻഷൻസ്, ഒത്തുതീർപ്പാക്കാൻ വേണ്ടി മുടക്കുന്ന പണവും നമുക്ക് ഇനി മുതൽ ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് അനുവദിച്ച് കിട്ടത്തില്ല എന്നുള്ളതാണ്. ദെൻ ഈ മറ്റൊരു കേസ്, ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഒരു പ്രത്യേകത, പാർട്ട്ണർഷിപ്പ് ഫേംസിന് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് അവർക്ക് അവരുടെ ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്, ലിമിറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി ബുക്ക് പ്രോഫിറ്റ് ഓഫ് ദി ഫേം. നമ്മൾ ആദ്യം പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. എങ്ങനെയാണ് ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക? പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ നോർമൽ ബിസിനസ് ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാം. സാധാരണ ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം നെറ്റ് പ്രോഫിറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, തിരിച്ച് ആഡ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുള്ള ബിസിനസ് റിലേറ്റഡ് അല്ലാത്ത ഇൻകം എല്ലാം നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യുന്നു. ഇനി ഏതെങ്കിലും ബിസിനസ് എക്സ്പെൻഡിച്ചർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യുന്നു. ഏതെങ്കിലും ബിസിനസ് ഇൻകം P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു നോർമൽ ബിസിനസ് ഇൻകം നമുക്ക് കിട്ടും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ
പാർട്ട്നേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെമ്യൂണറേഷനും കൂടി ആഡ് ബാക്ക് ചെയ്താൽ വി വിൽ ഗെറ്റ് ബുക്ക് പ്രോഫിറ്റ്. സോ ബുക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര റെമ്യൂണറേഷൻ പാർട്ട്നേഴ്സിന് കൊടുക്കാം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബുക്ക് പ്രോഫിറ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ മാക്സിമം റെമ്യൂണറേഷൻ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ബുക്ക് പ്രോഫിറ്റിനെ ബേസ് ചെയ്ത് ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബുക്ക് പ്രോഫിറ്റ് 3 ലക്ഷം രൂപ വരെ ആണെങ്കിൽ 90% ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ് നമുക്ക് റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. 3 ലക്ഷം രൂപയ്ക്ക് മേളിലാണെങ്കിൽ അതിലെ ആദ്യത്തെ 3 ലക്ഷത്തിന് 90%, പിന്നെ വരുന്ന ബുക്ക് പ്രോഫിറ്റിൻ്റെ 60% എടുത്തിട്ട് നമുക്ക് ടോട്ടൽ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യത്തിൽ ഈ 3 ലാഖിന് 90%, ബാലൻസിന് 60% എന്ന് പറയുന്ന ആ ഒരു കമ്പ്യൂട്ടേഷനിലാണ് ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നോക്കാം നമുക്ക്. സോ നേരത്തെ ഇങ്ങനെയായിരുന്നു. ആദ്യത്തെ 3 ലക്ഷം ബുക്ക് പ്രോഫിറ്റിന് ഒന്നുകിൽ 90% ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ് ഓർ 1 lakh വിച്ച് എവർ ഈസ് ഹയർ. ബാലൻസ് ബുക്ക് പ്രോഫിറ്റിന് 60% ഓഫ് ദ നെക്സ്റ്റ് ബുക്ക് പ്രോഫിറ്റ്. ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ അതിലൊരു അമെൻമെൻറ്റ് വന്നിരിക്കുകയാണ്. നോക്കൂ, ഇനിയിപ്പോൾ നിങ്ങൾ ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് പ്രോഫിറ്റ് എടുത്തപ്പോൾ ബുക്ക് പ്രോഫിറ്റേ ഇല്ല, അവിടെ ലോസ് ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ വരെ റെമ്യൂണറേഷൻ എന്ത് ചെയ്യാൻ പറ്റും, അനുവദിക്കാനായിട്ട് പറ്റും. 3 ലക്ഷത്തിൽ കൂടുതൽ റെമ്യൂണറേഷൻ പറ്റത്തില്ല. ഇനി ഫസ്റ്റ് 3 lakh ബുക്ക് പ്രോഫിറ്റിൻ്റെ, ഇനി ബുക്ക് പ്രോഫിറ്റ് ഉണ്ടെന്ന് വെച്ചോ, അതിൽ തന്നെ ഫസ്റ്റ് 6 lakh ആണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് 6 lakh ആണെങ്കിൽ നേരത്തെ പോലെ തന്നെ 90% ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ് ഓർ 3 lakh വിച്ച് ഓർ ഈസ് ഹയർ. വ്യത്യാസം ഇവിടെ 3 lakh ആയിരുന്നത് ഇപ്പോൾ എത്രയായി മാറി, 6 lakh ആയി. 90% സെയിം ആണ്. 1,50,000 എന്നുള്ളത് എത്രയായി, 3 lakh ആയി. അതാണ് വന്നിരിക്കുന്ന വ്യത്യാസം. ഇനി ബാലൻസ് ബുക്ക് പ്രോഫിറ്റ് എത്ര തന്നെയാണ്, 60%. അത് സെയിം തന്നെയാണ്. ബാലൻസ് ബുക്ക് പ്രോഫിറ്റ് 60%. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഇതാണ് പാർട്ട്നേഴ്സിൻ്റെ റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു അമെൻമെൻറ്റ്. യെസ്. നെക്സ്റ്റ് സെക്ഷൻ 43D. ഇപ്പം നമ്മൾ പഠിച്ചത് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്ത സെക്ഷൻ 43D ഇൻ്റർമീഡിയറ്റ് ലെവലിൽ അത്ര നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ അല്ലെങ്കിലും ഫൈനൽ ലെവലിൽ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് പറയാം, ഈ 43D എന്ന് പറഞ്ഞാൽ വളരെ വളരെ ലിമിറ്റഡ് സ്കോപ്പ് ഉള്ള ഒരു സെക്ഷനാണ്. 43D പറയുന്നത് ഒന്നാമതായിട്ട് ഇത് ആപ്ലിക്കബിൾ ആകുന്നത് ഈ ഫൈനാൻഷ്യൽ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന, മണി ലെൻഡിങ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ്. മണി ലെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ. അത് ലോൺ കൊടുക്കുന്ന ആരാണ്, നമ്മുടെ നാട്ടിൽ ലോൺ കൊടുക്കുന്ന ആരൊക്കെയാണ്, ബാങ്കുകളാണ് പ്രധാനമായി ലോൺ കൊടുക്കുക, NBFCകളാണ് ലോൺ കൊടുക്കുക, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ലോൺ കൊടുക്കുക, പബ്ലിക് കമ്പനികളും ലോൺ കൊടുക്കുന്ന ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും ഈ ഫൈനാൻഷ്യൽ കമ്പനികൾ, ഈ പറയുന്ന പബ്ലിക് കമ്പനികൾ ഒഴികെയുള്ള മറ്റ് ബാങ്കുകൾ, NBFCകൾ, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവയെല്ലാം തന്നെ നേരിട്ട് RBIയുടെ നിയന്ത്രണത്തിലാണ് വരുന്നത്. പബ്ലിക് കമ്പനികൾ നേരിട്ട് RBIയുടെ നിയന്ത്രണത്തിൽ, അവർ ലെൻഡിങ് ബിസിനസ് ആണെങ്കിൽ അവർ RBIയുടെ നിയന്ത്രണത്തിൽ വരണമെന്നില്ല. അവർ പലപ്പോഴും ഈ നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് നമ്മുടെ രാജ്യത്ത്. അവരുടെ കീഴിലായിരിക്കും ഈ പലപ്പോഴും ഈ മണി ലെൻഡിങ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന പബ്ലിക് കമ്പനീസ് വരുന്നത്. ലൈക്ക് ഇപ്പോൾ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനീസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ 80 EEA, EEBയിലൊക്കെ നമ്മൾ 80 EEA, EEB എന്നൊക്കെ പറയുന്ന ഡിഡക്ഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് 80 EE, 80 EEA എന്ന സെക്ഷനൊക്കെ പഠിക്കുമ്പോൾ നമ്മളവിടെ നാഷണൽ ഹൗസിംഗ് കമ്പനീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹൗസിംഗ് ഫിനാൻസ് കമ്പനി, HFC, ഹൗസിംഗ് ഫൈനാൻസ് കമ്പനി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ HDFC ലിമിറ്റഡ് ഒരു ഹൗസിംഗ് ഫൈനാൻസ് കമ്പനിയാണ്. അതുപോലെ തന്നെ PNB ഹൗസിംഗ് ഫൈനാൻസ്, LIC ഹൗസിംഗ് ഫിനാൻസ്, ഇതെല്ലാം ഹൗസിംഗ് ഫൈനാൻസ് കമ്പനീസാണ്. ഇവരെല്ലാവരും തന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കീഴിൽ, RBIയുടെ കീഴിലല്ല. പക്ഷെ 2019 മുതൽ ഈ പറയുന്ന NHB, നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത് മാറി ഇവരെല്ലാവരും തന്നെ നേരിട്ട് RBIയുടെ നിയന്ത്രണത്തിൽ വന്നായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു അമെൻമെൻറ്റ് ഈ 43Dയിൽ വന്നിട്ടുണ്ട്. അത് ഈ 43D എന്താണെന്ന് പറയാം. ഞാൻ ഈ പറഞ്ഞ ബാങ്കുകൾ, NBFCകൾ, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹൗസിംഗ് ഫൈനാൻസ് കമ്പനികൾ, ഇവർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇപ്പോൾ NPA എന്നൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. NPA സ്റ്റാൻഡ്സ് ഫോർ നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഈ നോൺ പെർഫോമിംഗ് അസറ്റ്സിൽ നിന്നുള്ള ഇൻകം അക്രൂവൽ ബേസിസിൽ ഇവർ ഇൻകമായി കാണിക്കേണ്ട ആവശ്യമില്ല.
പകരം അത് റിയലൈസ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇവരെന്ത് ചെയ്താൽ മതി, ഇൻകമായിട്ട് കാണിച്ചാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 43D നമുക്ക് നിലവിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 43D ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതിലൊന്നും ഇപ്പോൾ ഒരു അമെൻമെൻറ്റിൽ വ്യത്യാസവും വന്നിട്ടില്ല. ഇപ്പം നോക്കൂ, ക്ലോസ് ബി ഓഫ് സെക്ഷൻ 43 സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ കേസ് ഓഫ് എ പബ്ലിക് കമ്പനിയാണ് നമ്മൾ HFC എന്ന് പറഞ്ഞത്, ഇൻവോൾവ്ഡ് ഇൻ ഹൗസിംഗ് ഫൈനാൻസ്, the income by way of interest in relation to such category of bad or doubtful debts as a case may be prescribed having regard to the guideline issued by National Housing Bank in relation to such debt shall be chargeable to tax in the previous year in which it is credited by the public company to its profit and loss account for that year, or as a case may be which is actually received by. The provision has been amended to remove the reference of National Housing Board from the entire provision of section 43D. ആ പറഞ്ഞ പോയിന്റിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ HFCകൾ അവർക്ക് NPA ആയി മാറിക്കഴിഞ്ഞ അസറ്റുകളിൽ നിന്നുള്ള ഇൻട്രസ്റ്റ്, അവരുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ കൊടുത്തിരിക്കുന്ന ലോണാണ് അവരുടെ അസറ്റ് എന്ന് പറയുന്നത്. സോ NPA ആയി മാറിക്കഴിഞ്ഞിട്ടുള്ള അസറ്റുകൾ, ആ അസറ്റുകളിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് അതായത് അവരുടെ ഇൻകം അവരെപ്പോൾ റെക്കഗ്നൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. they need to follow അത് റെക്കഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ they need to follow the guideline issued by നാഷണൽ ഹൗസിംഗ് ബാങ്ക്. അപ്പോൾ HFCകൾക്ക് നേരത്തെ ആരുടെ കാര്യമാണ് ഫോളോ ചെയ്യേണ്ടിയിരുന്നത്, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഗൈഡ് ലൈൻ ഫോളോ ചെയ്താണ് ഇവർ ഇൻകത്തെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ നാഷണൽ ഹൗസിംഗ് ബാങ്കുകളുടെ നിയന്ത്രണം, നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ അതോറിറ്റി മാറ്റി ഈ HFCകൾ നേരെ RBIയുടെ കീഴിലേക്ക് കൊണ്ടുവന്നു. സോ ഇനി മുതൽ അവർ ഇൻകം റെക്കഗ്നൈസ് ചെയ്യേണ്ടത് RBIയുടെ നിർദ്ദേശപ്രകാരമാണ്. അതാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെൻറ്റ്. ദ പ്രൊവിഷൻ ഹാസ് ബീൻ അമെൻഡഡ് ടു റിമൂവ് ദി റെഫറൻസ് ഓഫ് നാഷണൽ ഹൗസിംഗ് ബോർഡ് ഫ്രം ദി എൻറ്റയർ പ്രൊവിഷൻ ഓഫ് 43D. അപ്പോൾ 43D എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഈ ക്ലോസ് ബിക്കകത്താണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരുന്നത്, അതിനെ ഒഴിവാക്കി. ഇനി മുതൽ നാഷണൽ ഹൗസിംഗ് ബാങ്ക് അവിടെ ഇല്ല, പകരം നമ്മളവിടെ ചേർക്കേണ്ടത് RBI. ഇതെല്ലാം തന്നെ ഇപ്പോൾ RBIയുടെ കീഴിലേക്ക് മാറിയിട്ടുണ്ട്. RBI എന്നുള്ളത് ഇവിടെ എടുത്ത് പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ ഈ ലെൻഡിങ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാം ഇപ്പോൾ നേരിട്ട് ഏതിൻ്റെ കീഴിലേക്ക് വരുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ HFC എല്ലാം ഇപ്പോൾ തന്നെ NBFCയുടെ സ്റ്റാറ്റസിലേക്കാണ് മാറിയിട്ടുള്ളത്. സോ അതെല്ലാം തന്നെ പൂർണ്ണമായും RBIയുടെ കീഴിലായിരിക്കും എന്ത് ചെയ്യുന്നത്, വരുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് 43D. ദെൻ 44BBC ഈ സെക്ഷൻ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ. 44BBC നമ്മൾ നേരത്തെ 1015B സെക്ഷൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 10 clause 15B income of a foreign company from lease rental from lending of cruise ship to specified company എന്നൊരു പോയിന്റ് അവിടെ പറഞ്ഞായിരുന്നല്ലോ. നമുക്ക് നോക്കാം. പ്രൊമോഷൻ ഓഫ് ഡൊമസ്റ്റിക് ക്രൂയിസ് ഷിപ്പ് ഓപ്പറേഷൻസ് ബൈ നോൺ റെസിഡന്റ്. 44BBC ഒരു പ്രിസംറ്റീവ് ടാക്സേഷൻ സ്കീമാണ്. നമ്മൾ 44BB, BBA, BBB ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നോൺ റെസിഡൻസിന്റെ ടാക്സേഷൻ നമ്മൾ CMA ഫൈനൽ, ഇതൊന്നും തന്നെ ഇന്റർമീഡിയറ്റ് ലെവലിൽ ചോദിക്കില്ല കേട്ടോ, ഫൈനൽ ലെവലിൽ ചോദ്യങ്ങളാണ് ഇതൊക്കെ 44BBC. ഇപ്പോൾ ഒരു പുതിയ പ്രിസംറ്റീവ് ടാക്സേഷൻ സിസ്റ്റമാണ് ഇപ്പോൾ ഇത് നോൺ റെസിഡന്റിന് വേണ്ടി കൊണ്ടുവന്നത്. എ പ്രിസംറ്റീവ് ടാക്സേഷൻ റെജിം ഈസ് ബീങ് പുട്ട് ഇൻ പ്ലേസ് ഫോർ എ നോൺ റെസിഡന്റ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ക്രൂയിസ് ഷിപ്പ്. ഇതിന്റെ സ്കീം ഇത് ആർക്കാണ് ഇത് ആപ്ലിക്കബിൾ ആവുക, നോൺ റെസിഡന്റ്. അപ്പോൾ ഒരു നോൺ റെസിഡന്റ് ഈ ക്രൂയിസ് ഷിപ്പ് ഓപ്പറേഷൻ ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിസംറ്റീവ് ടാക്സേഷൻ രീതിയാണ് ഈ 44BBC. കണ്ടീഷൻ: ദ അസസി മസ്റ്റ് ബി എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ക്രൂയിസ് ഷിപ്പ്. അസസി ഹാസ് സാറ്റിസ്ഫൈഡ് സച്ച് കണ്ടീഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. കണ്ടീഷൻ എങ്ങനെയാണ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക? ഇൻകം ഷാൽ ബി എസ്റ്റിമേറ്റഡ് അറ്റ് 20% ഓഫ് ദ ആഗ്രിഗേറ്റ് ഓഫ് ദി ഫോളോയിങ്. നമ്മൾ CMA ഫൈനലിൻ്റെ നോൺ റെസിഡൻസ് പഠിക്കുക. നമ്മൾ തുടക്കത്തിൽ തന്നെ പ്രിസംറ്റീവ് സ്കീം പഠിച്ചിട്ടുണ്ട്. BB, BBA, BBB ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് പുതുതായിട്ട് ആഡ് ചെയ്ത് ചേർക്കപ്പെട്ട സെക്ഷനാണ്. അവിടെയെല്ലാം ഈ 5% ഓഫ് ദ ആഗ്രിഗേറ്റ് ഓഫ് ദ ഫോളോയിങ്, 10% ഓഫ് ദ ആഗ്രിഗേറ്റ് ഓഫ് ദ ഫോളോയിങ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 20% ഓഫ് ദ ആഗ്രിഗേറ്റ് ഓഫ് ദി ഫോളോയിങ്. എന്തിൻ്റെ ആഗ്രിഗേറ്റ് ആണ്? ദ എമൗണ്ട് പെയ്ഡ് ഓർ പേയബിൾ ടു ദി അസസി
or to any person on his behalf on account of carriage of passengers. പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന തുകയുടെ 20%. ആൻഡ് ഇതിന് പുറമെ amount received or deemed to be received by on behalf of the assessee on account of carriage of the passengers. Yes. Okay, amount paid or payable to the assessee or to any person on his behalf on account of carriage of passengers. അതുപോലെ തന്നെ amount received or deemed to be received by on behalf of the assessee on account of the carriage of the passenger. അപ്പോൾ ഇതിൻ്റെ ടോട്ടലിൻ്റെ എത്ര ശതമാനം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? 20% നമ്മൾ എടുക്കണം. ആ മൊത്തം തുകയുടെ എന്താണ് ആഗ്രിഗേറ്റിൻ്റെ 20% ആണ് നമ്മൾ എന്തായിട്ട് ഓഫർ ചെയ്യേണ്ടത്, ഇൻകമായിട്ട് ഓഫർ ചെയ്യാനുള്ളതാണ്. 44BBC നമുക്ക് ഇൻകമായിട്ട് കാണിക്കേണ്ടതാണ്. നെക്സ്റ്റ് സെക്ഷൻ 47. എന്താണ് സെക്ഷൻ 47 എന്ന് നമുക്കറിയാം. ട്രാൻസാക്ഷൻസ് നോട്ട് ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ അല്ല എന്ന് പറയുന്ന വിവിധ ഇടപാടുകളാണ്, ട്രാൻസാക്ഷനുകളെയാണ് നമ്മൾ 47-നകത്ത് കവർ ചെയ്തിരിക്കുന്നത്. So it contains certain transactions not regarded as transfer for the purpose of chargeability under the capital gain under section 45. ഇതിൽ 47(3) പറയുന്നൊരു കാര്യമുണ്ട്. Nothing contained in section 45 apply to any transfer of a capital asset under a gift or will or an irrevocable trust. നമ്മൾ ഗിഫ്റ്റ് ആയിട്ടോ വില്ലായിട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫറായി കണക്കാക്കത്തില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഇടപാടുകളുടെ മേളിൽ ഇൻകം ടാക്സ് വരില്ല എന്നുള്ളത് നമുക്കറിയാം. However, this clause is not applicable in respect to specified ESOPs. പക്ഷേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ വഴി കിട്ടിയ സെക്യൂരിറ്റീസ് ആണ് നിങ്ങൾ ഇത്തരത്തിൽ കൈമാറുന്നതെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് എന്ത് ചെയ്യണം, കണക്കാക്കണം. So a gift is given out of natural love and affection, and accordingly the said clause is amended to provide that nothing contained in section 45 shall apply to transfer of a capital asset under a gift or will or an irrevocable trust by an individual or a HUF. Yes. അതായത് പറയുന്നത് ഈ എക്സംഷൻ പറയുന്നത് ഗിഫ്റ്റ് വില്ല് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഒരു നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ്റെ പുറത്താണല്ലോ അല്ലേ. ഒക്കെ നമ്മൾ കൊടുക്കുന്നത് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. ഈ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുന്നത് ആരുടെ കാര്യത്തിൽ ആർക്ക് മാത്രമേ നാച്ചുറൽ ലവ് ഉണ്ടാവത്തുള്ളൂ? ഒരു മനുഷ്യനല്ലേ നാച്ചുറൽ ലവ് ഉണ്ടാവുള്ളൂ? ഒരു കമ്പനിക്ക് നാച്ചുറൽ ലവ് ഉണ്ടാവോ? ഫേമിന് നാച്ചുറൽ ലവ് ഉണ്ടാവോ? ഇല്ല. സോ അതുകൊണ്ട് ഇവിടെ പറയാണ് ഈ 47(3) എന്ന് പറയുന്നത് ഈ സെറ്റ് ക്ലോസ് ഈസ് അമെൻഡഡ് ടു പ്രൊവൈഡ് ദാറ്റ് nothing contained in section 45 shall apply to a transfer of a capital asset under a gift or will or an irrevocable trust by an individual or HUF. അപ്പോൾ അവിടെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാണ്, ഇനി മുതൽ എന്താണ് എ ഗിഫ്റ്റ് ഈസ് ഗിവൺ ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തത് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ആണെങ്കിൽ 45 ബാധകമല്ല. അതായത് ചാർജബിലിറ്റി സെക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. അത് ആര് ചെയ്താലാണ്? ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസെറ്റ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ HUF. ഇൻഡിവിജ്വലോ HUFോ ഇനി ഗിഫ്റ്റ് കൊടുത്താൽ മാത്രമേ 45 ആപ്ലിക്കബിൾ ആകാതിരിക്കുകയുള്ളൂ. അല്ലാതെ മറ്റാര് ഗിഫ്റ്റ് കൊടുത്തിരുന്നാലും, ഒരു കമ്പനിയാണ് ഇത്തരത്തിൽ ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഫേമാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്, AOP ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ 45 ആപ്ലിക്കബിൾ ആവും. സോ അതാണ് 47-ൽ വന്നിരിക്കുന്ന മാറ്റം. പിന്നെ ക്യാപിറ്റൽ ഗെയിനിൽ കുറേ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ അതാണ് റാഷണലൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് ടാക്സേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. കുറച്ചുകൂടി റാഷണലാക്കി മാറ്റി സിംപ്ലിഫൈ ചെയ്തു ക്യാപിറ്റൽ ഗെയിൻ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹോൾഡിംഗ് പീരീഡ്, ഷോർട്ട് ടേം ലോങ് ടേം ക്യാപിറ്റൽ അസറ്റുകളുടെ ഹോൾഡിംഗ് പീരീഡ് നേരത്തെ 12 മാസം, 24 മാസം, 36 മാസം എന്ന് പറയുന്ന 3 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് 12 മാസവും 24 മാസവുമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതായത് മിക്കവാറും 36 മാസം വരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ സ്വർണം, വിവിധ റൈറ്റുകൾ, ഇതൊക്കെ തന്നെ ഈ ജ്വല്ലറി, ഇതൊക്കെ നേരത്തെ നമുക്ക് 36 മാസമായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ 24-ലേക്ക് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്യപ്പെട്ടു. പിന്നെ ലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റികളെല്ലാം തന്നെ 36-ലും ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ 12-ലേക്ക് മാറ്റപ്പെട്ടു. സോ ഇനി മുതൽ നിങ്ങൾക്ക് 12, 24 എന്ന് പറയുന്ന 2 കാറ്റഗറി മാത്രമേ ഉണ്ടാകത്തുള്ളൂ.
ഇവിടെ units of listed business trust will now be at par with listed equity share at 12 months instead of earlier 36 months. അതുപോലെ ഹോൾഡിംഗ് പീരീഡ് ഓഫ് ബോണ്ട് ഡിബഞ്ചർ ഗോൾഡ് വിൽ റെഡ്യൂസ് ഫ്രം 36 months to 26 months. ഫോർ അൺലിസ്റ്റഡ് ഷെയർസ് ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇറ്റ് ഷാൽ റിമൈൻ. ആണ് നേരത്തെ 24 ആയിരുന്നു, ഇനിയും എത്ര തന്നെയാണ്? 24 തന്നെയാണ്. പിന്നെ ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെയും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെയും ടാക്സ് റേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. നോർമൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുകൾ ഇപ്പോഴും തന്നെ അതാത് വ്യക്തികൾക്ക് ആപ്ലിക്കബിൾ ആവുന്ന റേറ്റ് തന്നെയാണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ HUF ഒക്കെ ആണെങ്കിൽ സ്ലാബ് റേറ്റ് തന്നെയാണ് ബാധകമാവുക. കമ്പനികളാണെങ്കിൽ കമ്പനികൾ തന്നെ ഡൊമസ്റ്റിക് കമ്പനിയുണ്ട്, ഫോറിൻ കമ്പനി. ഡൊമസ്റ്റിക് കമ്പനിയാണെങ്കിൽ 25% അല്ലെങ്കിൽ 30%, ഫോറിൻ കമ്പനിയാണെങ്കിൽ 35%. ഈ റേറ്റ് ഒക്കെ തന്നെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആപ്ലിക്കബിൾ ആയിരുന്നു. പക്ഷേ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ 111 എന്താണ് 111 എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് നേരത്തെ 15% നൗ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ടു 20%. Short term capital gain under 111 got increased to 20% from 15%. മറ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുകളെല്ലാം തന്നെ ആപ്ലിക്കബിൾ ടാക്സ് റേറ്റ് അതായത് ആപ്ലിക്കബിൾ റേറ്റ് ഓരോ വ്യക്തിക്കും ആപ്ലിക്കബിൾ ആവുന്ന അതാത് റേറ്റിലാണ്. ഇപ്പോൾ ഇൻഡിവിജ്വലിനാണ് അത്തരം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും, സാധാ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നതെങ്കിൽ സ്ലാബ് റേറ്റ്. ഫേമിനാണ് സാധാ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നതെങ്കിൽ 30%. കമ്പനിക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് ആണോ ഫോറിൻ ആണോ എന്നൊക്കെ നോക്കിയിട്ട് ഡൊമസ്റ്റിക്കിൽ തന്നെ 2 വർഷം മുന്നോട്ട് ടേൺ ഓവർ എത്ര ഇതൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക തീരുമാനിക്കുക. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അതും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ അത് 10%, ചില ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുകൾക്ക് 10%, ചിലതിനൊക്കെ 20%. ഇപ്പോൾ അതിൽ യൂണിഫോം റേറ്റ് ആക്കി. ഏത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അത് എത്ര ശതമാനമാണ്? 12.5%. നോക്കൂ, ഇപ്പോൾ ലിസ്റ്റഡ് ബോണ്ട് ഡിബഞ്ചേഴ്സ് ദ റേറ്റ് ഷാൽ ബി റെഡ്യൂസ്ഡ് ടു 12.5%. Unlisted debentures, unlisted bond are of the nature of debt instrument. Therefore, any capital gain should be taxed at applicable. However, long-term capital gain specified under 112A to the extent of 1.25 lakh shall be charged to tax at a nil rate. അപ്പോൾ ആ പറഞ്ഞ പോയിന്റ് അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ 112A പറഞ്ഞിരുന്നത് ആദ്യത്തെ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ടാക്സ് റേറ്റ് 0യും മിച്ചം വരുന്നതിന് 10% എന്നാണ് പറഞ്ഞിരുന്നത്. ഈ 1 ലക്ഷം എന്നുള്ള ലിമിറ്റ് ഇപ്പോൾ 1 lakh എന്ന് പറയുന്ന ലിമിറ്റ് ഇപ്പോൾ 1.25 lakh ആയി. യെസ്, അപ്പോൾ മാത്രമല്ല ബാലൻസിന് റേറ്റ് 0%. ഇനി ബാലൻസിന് നേരത്തെ 10% ആയിരുന്നു, അതിപ്പോൾ എത്രയായി? 12.5% ആയി എന്നുള്ളതാണ്. ഇയർലിയർ അത് 1 ലക്ഷമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു അമെൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നിർത്തലാക്കി എന്നുള്ളതാണ് വേറൊരു അമെൻമെൻറ്റ്. ഇനി മുതൽ നിങ്ങൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻഡെക്സേഷൻ എടുക്കാനായിട്ട് പാടില്ല. സോ പക്ഷേ ഇൻഡെക്സേഷൻ സാധാ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് 20% പക്ഷേ ഇപ്പോൾ അത് കുറച്ച് എത്രയാക്കി മാറ്റിയിട്ടുണ്ട്? 12.5% മാറ്റിയിട്ടുണ്ട്. പക്ഷെ പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് കുറച്ചപ്പോൾ ഇൻഡെക്സേഷൻ ആനുകൂല്യം എന്ത് ചെയ്തു? നിർത്തലാക്കിയതിന് ശേഷം പിന്നീട് ഗവൺമെൻറ് വേറൊരു മാറ്റം കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഇനി ഇൻഡെക്സേഷൻ വേണമെങ്കിൽ നിങ്ങൾ ഇൻഡെക്സേഷൻ എടുത്തോ, നിങ്ങൾക്ക് നിർബന്ധമാണ് ഇൻഡെക്സേഷൻ എടുത്തേ പറ്റുള്ളൂ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡെക്സേഷൻ എടുത്തോ, പക്ഷേ നിങ്ങൾ 20% ടാക്സ് അടയ്ക്കണം. ഇനി ഇൻഡെക്സേഷൻ ഇല്ലാതെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 12.5% ടാക്സ് ചെയ്യണം. പിന്നെ 12% ടാക്സ് തന്നാൽ മതി. പക്ഷേ ഇൻഡെക്സേഷൻ എടുക്കണമെങ്കിൽ യു നീഡ് ടു സാറ്റിസ്ഫൈ ദീസ് കണ്ടീഷൻ. സോ ഇൻഡെക്സേഷൻ ഇനി മുതൽ ആർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ? റെസിഡന്റ് ഇൻഡിവിജ്വലിനും റെസിഡന്റ് HUFനും മാത്രമേ കിട്ടത്തുള്ളൂ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നത് അറൈസസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ബീങ് ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത്. മാത്രവുമല്ല റെസിഡന്റ് ഇൻഡിവിജ്വലിനും റെസിഡന്റ് HUFനും മാത്രമേ ഇൻഡെക്സേഷൻ കിട്ടത്തുള്ളൂ. അതും ലാൻഡോ ബിൽഡിങ്ങോ വിറ്റാൽ മാത്രമേ ഇൻഡെക്സേഷൻ കിട്ടത്തുള്ളൂ. ഇനി ആ അസറ്റ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ആവശ്യത്തിനോ കമേഴ്ഷ്യൽ ആവശ്യത്തിനോ ഉപയോഗിച്ചത് ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ അസറ്റ് വാങ്ങിയത് 23/7/2024 മുന്നേ ആയിരിക്കണം. മാത്രവുമല്ല അത് വിറ്റിരിക്കേണ്ടത് ഓൺ ഓർ ആഫ്റ്റർ 23/7/2024 ആയിരിക്കണം. ഈ 5 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡെക്സേഷൻ എടുക്കാം. പക്ഷേ ഇൻഡെക്സേഷൻ എടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിനിന് നിങ്ങൾ 20% ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓപ്റ്റ് ചെയ്യാം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇൻഡെക്സേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് 12% ഇനി നിങ്ങൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ വേറെ നിവർത്തിയില്ല, ഇൻഡെക്സേഷൻ ഇല്ലാതെ തന്നെ കമ്പ്യൂട്ട് ചെയ്തിട്ട് 12% എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. സോ ഇപ്പോൾ പറഞ്ഞ പോയിന്റ്, ഇപ്പോൾ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിനിൽ വന്നിരിക്കുന്ന ഈ 2 വ്യത്യാസം, നമ്മളിപ്പോൾ ക്യാപിറ്റൽ ഗെയിനിൽ കണ്ടിരിക്കുന്ന
47 വന്നിരിക്കുന്ന വ്യത്യാസവും അതുപോലെ തന്നെ ഈ റാഷണലൈസേഷൻ റേറ്റിലും ഹോൾഡിംഗ് പീരീഡിലൊക്കെ വന്ന മാറ്റങ്ങളും ഇൻഡെക്സേഷൻ കിട്ടാത്ത ഇതെല്ലാം തന്നെ ഇൻ്റർമീഡിയറ്റ് ലെവലിലും ഫൈനലിനും ഒരുപോലെ ബാധകമാണ് എന്നുള്ളതാണ്. യെസ്. ഈ റേറ്റിൽ വ്യത്യാസം വന്നപ്പോൾ ഈ നോൺ റെസിഡൻറ്റിന് ഈ സെക്ഷനൊക്കെ നമ്മൾ ഇത് ഈ പറയുന്ന പോയിന്റ് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ബാധകമല്ല കേട്ടോ. 115 AD, 115 AB, AC, ACA, 115E ഇതെല്ലാം നമ്മൾ ഫൈനൽ ലെവലിൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ ഫൈനൽ ലെവലിൽ നമ്മൾ നോൺ റെസിഡൻറ്റിൻ്റെ കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ എല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്ന റേറ്റിൽ ഇതേ മാറ്റം വന്നിട്ടുണ്ട്. അവിടെ എല്ലാം നമ്മൾ കണ്ട 112 112 111 വന്നിരിക്കുന്ന റേറ്റുകളിൽ വ്യത്യാസം 15 20 ആയിട്ടുണ്ട്, 10 12 ആയിട്ടുണ്ട്. യെസ്, അത് നമ്മൾ നോക്കിക്കോണം. പിന്നെ നമ്മുടെ അവസാന ഹെഡായ ഇൻകം ഫ്രം അതർ സോഴ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് അതർ സോഴ്സിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വ്യത്യാസം ഈ ടീംഡ് ഡിവിഡൻഡ് എന്ന് പറയുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ 2 ക്ലോസ് 22 സബ് ക്ലോസ് എഫ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 222F എന്ന് പറയുന്ന പുതിയൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനി അതിൻ്റെ ഷെയർസ് ബൈബാക്ക് ചെയ്യുമ്പോൾ ഇത് ആപ്ലിക്കബിൾ ആവുന്നത് 1/10/2024 മുതലാണ്. ഒരു ഡൊമസ്റ്റിക് കമ്പനി അതിൻ്റെ ഓൺ ഷെയർസ് അവരെന്ത് ചെയ്യാണ്, പർച്ചേസ് ചെയ്യാണ്, തിരിച്ച് പർച്ചേസ് ചെയ്യുന്നു. അവരത് ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പണം ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ ഡിവിഡൻഡായി കണക്കാക്കുകയും അതിനവർ ടാക്സ് അടയ്ക്കുകയും വേണം. No deduction or expenses shall be available against such dividend income while determining the income from other source. നമ്മൾ ആലോചിക്കണം, ഈ ഷെയർ എന്ന് പറയുന്നത് ആ ഷെയർ ഹോൾഡർ കമ്പനിക്ക് പൈസ കൊടുത്ത് മേടിച്ച ഷെയറാണ്. ഓക്കെ, അതായത് ഈ ഷെയർ അയാളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ക്യാപിറ്റൽ അസറ്റ് ആണ്. ആ ഷെയർ ആണ് ഇപ്പോൾ കമ്പനി തിരികെ മേടിക്കുന്നത്, എന്നിട്ട് അവൻ്റെ കാശ് അവന് തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവന് കിട്ടിയ കാശ് മുഴുവൻ അവൻ്റെ കയ്യിൽ എന്തായിട്ട് കണക്കാക്കേണ്ടി വരും? ഡിവിഡൻ്റായിട്ട് കണക്കാക്കേണ്ടി വരും. ആ കിട്ടിയ ഡിവിഡൻറ്റിൽ നിന്ന് അവനൊന്നും കുറയ്ക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇവൻ ഈ ഷെയറിന് വേണ്ടി ആദ്യം മുടക്കിയ കാശുണ്ടല്ലോ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് ഡിവിഡൻ്റ് ആകുമ്പോൾ ഇത് ഏത് ഹെഡിലാണ് വരിക? ക്യാപിറ്റൽ ഗെയിൻ ഹെഡിലാണോ? അല്ല, അതർ സോഴ്സ് ഹെഡിലാണ് വരിക. സോ അതുകൊണ്ട് തന്നെ ഇവൻ ആദ്യം മുടക്കിയ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഒരിക്കലും ഇവന് കോസ്റ്റിൽ നിന്ന് ഇവൻ ഈ കിട്ടുന്ന തുകയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റത്തില്ല. എന്നാൽ അതേസമയം ഈ കോസ്റ്റ് അവനൊരു ക്യാപിറ്റൽ ലോസ് ആയിട്ട് കണക്കാക്കാം. ഹോൾഡിംഗ് പീരീഡ് അനുസരിച്ച് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസോ ലോങ് ടേം ക്യാപിറ്റൽ ലോസോ ആക്കി അവന് മാറ്റാൻ പറ്റും. വേറെ എന്തെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് ഇവൻ എന്ത് ചെയ്യാം? അത് അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയും. അതാണ് ആ പറഞ്ഞ പോയിന്റ്. ഓക്കെ, ഡീമിംഗ് വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഓഫ് ഷെയർസ് അണ്ടർ ബൈബാക്ക് ആസ് നിൽ. യെസ്, അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം നമ്മൾ ബൈബാക്ക് ചെയ്ത് കിട്ടിയ തുകയെ ഫുൾ വാല്യൂ കൺസിഡറേഷനിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. ആ ബൈബാക്ക് ചെയ്ത് കിട്ടിയ തുക പൂർണ്ണമായും 222F എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്താണ്? 0 ആണ്. ദെൻ allowing capital loss on buyback computed as value of consideration nil less cost of acquisition. അത് മാത്രമല്ല, നമ്മൾ ഈ അസറ്റ് മേടിക്കാൻ വേണ്ടി മുടക്കിയ കോസ്റ്റ് ഉണ്ടല്ലോ, ആ കോസ്റ്റ് നിങ്ങൾക്ക് കൺസിഡറേഷനിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇവിടെ കൺസിഡറേഷൻ 0 ആയതുകൊണ്ട് തന്നെ ആ എൻറ്റയർ കോസ്റ്റും 0യിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൈനസ് ഫിഗറാണ് വരിക. അത് നിങ്ങൾക്ക് എന്താണ്? ക്യാപിറ്റൽ ലോസ് ആണ്. ആ ക്യാപിറ്റൽ ലോസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയോ ക്യാരി ഫോർവേഡ് ചെയ്യുകയോ ചെയ്യുക, സബ്ജക്റ്റ് ടു കണ്ടീഷൻസ്. പിന്നെ ഡീംഡ് ഡിവിഡൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേളിൽ സെക്ഷൻ 194, അതായത് TDSൻ്റെ സെക്ഷൻസ് ആപ്ലിക്കബിൾ ആണ്. അവർ ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ 56(2)(b) എന്ന് പറഞ്ഞാൽ ഈ പ്രൈവറ്റ് കമ്പനികൾ അല്ലെങ്കിൽ കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആർ നോട്ട് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്, അവർ ഷെയർ ഇഷ്യൂ നടത്തുമ്പോൾ ആ കമ്പനിയുടെ മാർക്കറ്റ് വിലയേക്കാളും കൂടിയ വിലയ്ക്കാണ് ഷെയർ വിൽക്കുന്നതെങ്കിൽ ആ എക്സസ് മാർക്കറ്റ് വിലയേക്കാളും കൂടുതലായിട്ട് കിട്ടിയ ആ എക്സസ് തുക അവരുടെ കയ്യിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയി കണക്കാക്കണം എന്നൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട്, പക്ഷേ ഇപ്പോൾ അത് ഒമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി മുതൽ അത് ബാധകമല്ല. യെസ്. പിന്നെ ഫാമിലി പെൻഷൻ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഫാമിലി പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. പക്ഷേ അതിൽ നിന്ന് വി ക്യാൻ ക്ലെയിം എ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 57 പറയുന്ന ഒന്നുകിൽ നിങ്ങൾക്ക് കിട്ടിയ ഫാമിലി പെൻഷൻ്റെ 1/3 അല്ലെങ്കിൽ 15,000 വിച്ച് എവർ ഈസ് ലോവർ ക്യാൻ ബി ക്ലെയിംഡ് ആസ് ഡിഡക്ഷൻ.
ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഈ 15,000 എന്നുള്ളത് 25,000 ഉയർത്തിയിട്ടുണ്ട്. പ്രൊവൈഡഡ് യു നീഡ് ടു ഫോളോ ന്യൂ ടാക്സ് റെജിം അഥവാ ഡീഫോൾട്ട് ടാക്സ് റെജിം ഫോർ ടാക്സ് കമ്പ്യൂട്ടേഷൻ. യെസ്. $15,000 എന്നുള്ളത് 25,000. പക്ഷേ അത് ഓൾഡ് ടാക്സ് റെജിമാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇപ്പോഴും 15,000 തന്നെ. ന്യൂ ടാക്സ് റെജിം ഓപ്റ്റ് ചെയ്താലാണ് ഈ 15 എന്നുള്ളത് എത്രയായിട്ട് മാറുന്നത്? 25 മാറുന്നത്, 25,000 ആയിട്ട് മാറുന്നത്. യെസ്. സോ നമ്മുടെ ഹെഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമെൻമെൻറ്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഡിഡക്ഷൻ, അതിലൊരു 80CCDയിലൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. 80CCDയിൽ നമ്മൾ പറയുന്നത് എംപ്ലോയിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തുക ഒന്നുകിൽ ആ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത തുക അല്ലെങ്കിൽ 10% ഓഫ് ദ സാലറി ക്യാൻ ബി ക്ലെയിംഡ് ആസ് ഡിഡക്ഷൻ. ഈ 80CCD2ൻ്റെ പ്രത്യേകത, നിങ്ങൾ ഓൾഡ് ടാക്സ് റെജിം ചൂസ് ചെയ്താലും ന്യൂ ടാക്സ് റെജിം ചൂസ് ചെയ്താലും 80CCD2 എന്ന ഡിഡക്ഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതിലൊരു സംശയമില്ല. ഈ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മാക്സിമം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന റിഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ആ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് 80CCD2 പ്രകാരം എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ 10%. നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അത് 14% വരെ നിങ്ങൾക്ക് പറ്റും എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് എംപ്ലോയി അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് 14% വരെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് നിങ്ങൾ ന്യൂ ടാക്സ് റെജിം എന്ത് ചെയ്തിരിക്കണം, ചൂസ് ചെയ്തിരിക്കണം. സോ അതാണ് 80CCD2 has been amended to provide that where contribution has been made by any other employer, yes, any other employer not being central government or state government, central government or state government അല്ല, വേറെ ഏതെങ്കിലും എംപ്ലോയർ ആണെങ്കിൽ the employee shall be allowed a deduction an amount not exceeding 14% of the employee's salary. This is being increased only in case where employee's salary is chargeable to tax under 115 BAC 1A. അതായത് default tax regime or new tax regime ആണെങ്കിലാണ് നിങ്ങൾക്ക്, അതിനിപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് എംപ്ലോയി ആണ്, പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 80CCD2 പ്രകാരം ഇനി മാക്സിമം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന റിഡക്ഷൻ ഒന്നുകിൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ 14% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലോവർ, അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 80IAC എന്ന് പറയുമ്പോൾ 80IAC, അതുപോലെ തന്നെ 80LA. 80IAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ എന്ത് സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ 31/3/2024 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇനി മുതൽ അത് 1 more year എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 31/3/2025 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ 80IAC എന്ന റിഡക്ഷൻ കിട്ടും. അതുപോലെ ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളും അവർ 31/3/2025 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ they could enjoy this deduction. സോ അതാണ് 80LA. സോ അതാണ് ഹെഡ്സ് ഓഫ് ഇൻകത്തിലും അതുപോലെ തന്നെ ഡിഡക്ഷൻസിലും വന്നിരിക്കുന്ന വ്യത്യാസം, അമെൻമെൻറ്റുകൾ. നെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രൈസിങ് ഏരിയയിൽ വന്നിരിക്കുന്ന ഒരു അമെൻമെൻ്റ് ആണ്. ഇത് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള സ്റ്റുഡൻസിന് ആപ്ലിക്കബിൾ അല്ല, ഇത് പൂർണ്ണമായിട്ടും ഫൈനൽ ലെവലിലുള്ള സ്റ്റുഡൻസിന് ആപ്ലിക്കബിൾ ആവുന്നൊരു കാര്യമാണ് ഈ ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറയുന്ന ഏരിയ. ഇതിൻ്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്ന ഇടപാട്, എക്സ്പോർട്ട്, അത് ഗുഡ്സിൻ്റെ എക്സ്പോർട്ട് ആകാം, സർവീസിൻ്റെ എക്സ്പോർട്ട് ആകാം, അതുപോലെ തന്നെ ഇമ്പോർട്ട്, ഗുഡ്സിൻ്റെ ഇമ്പോർട്ട് ആകാം, സർവീസിൻ്റെ ഇമ്പോർട്ട് ആകാം. ഇതിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രവുമല്ല അതൊരു നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ ഒരു നോർമൽ കമേഴ്ഷ്യൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഇന്ത്യക്ക് പുറത്തുള്ള നമ്മുടെ തന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുമായിട്ടാണ് നമ്മൾ അത്തരം ഇടപാട് നടത്തുന്നതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ തന്നെ ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ പോട്ടെ സബ്സിഡിയറിയോ അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയോ അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള മറ്റൊരു സ്ഥാപനത്തിൽ നിന്നോ ആണ് നമ്മളൊരു ഗുഡ്സ് വാങ്ങുന്നത്, സർവീസ് വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ വില, നമ്മൾ അവർക്ക് കൊടുത്ത വില അല്ലെങ്കിൽ കൊടുക്കാനുള്ള വില നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ റെക്കോർഡ് ചെയ്യപ്പെട്ട വാല്യൂവിനെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റൊരാളിൽ നിന്ന് വാങ്ങുന്ന വിലയേക്കാളും
കൂട്ടിയോ കുറച്ചോ ഒക്കെ നമുക്ക് നമ്മുടെ പുസ്തകത്തിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ തന്നെ സ്ഥാപനമല്ലേ. സോ അതിന് എന്താണ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനും പറ്റും. കാരണം ഈ സാധനം മേടിച്ചിരിക്കുന്നത് നമ്മുടെ തന്നെ സ്വന്തം സ്ഥാപനത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നിന്നാണ്. സോ ഇവിടെ ധാരാളം തട്ടിപ്പ് നടക്കും. ഇത്തരത്തിലുള്ള പർച്ചേസിലൂടെ നമുക്ക്, ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിലൂടെ നമുക്ക് ധാരാളം തട്ടിപ്പിലൂടെ നമുക്ക് ടാക്സ് വെട്ടിക്കാനായിട്ട് എന്ത് ചെയ്യും സാധിക്കും. പുറത്തുനിന്ന് 1 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന സാധനം നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് വാങ്ങിയതിന് ശേഷം അതിന് 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്താൽ നമ്മുടെ പുസ്തകത്തിൽ 3 ലക്ഷം രൂപയുടെ എക്സ്പെൻഡിച്ചർ വരെയല്ലേ. സോ ഇത്തരം ഇടപാടുകളെ തടയാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് നിയമത്തിനകത്ത് ഒരു പ്രത്യേക ചാപ്റ്റർ തന്നെയുണ്ട്, പ്രത്യേക പ്രൊവിഷൻസ് ഇത്തരം കാര്യങ്ങൾ കർബ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ അതിനെയാണ് നമ്മൾ, ആ ഒരു ഏരിയയാണ് നമ്മൾ പൊതുവെ ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറഞ്ഞ് നമ്മൾ ജനറലി വിളിക്കുന്നത്. നമ്മളത് CMA ഫൈനലിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അതിനകത്തൊരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ വിദേശത്തേക്ക് നമുക്കൊരു എക്സ്പെൻഡിച്ചർ ഉണ്ടായി, അത് പർച്ചേസ് ചെയ്തതായിരിക്കാം, ഗുഡ്സ് ആവുക, സർവീസ് ആവുക. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടന്നു. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനിൽ നമ്മൾ മുടക്കിയ തുക ഓക്കെ നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ അത് പരിശോധിച്ചപ്പോൾ അയാൾക്കൊരു സംശയം ഉണ്ടായി, ഇത് കറക്റ്റ് വാല്യൂ ആണോ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, അതോ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു തെറ്റായ വാല്യൂ ആണോ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു സംശയം ഉണ്ടായാൽ വാട്ട് ദേ വിൽ ഡു ഈസ്, ഇവർ ഈ വാല്യുവേഷൻ, നമ്മൾ ഈ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വാല്യൂ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാനായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറ്റൊരു വിങ് ഉണ്ട്, ട്രാൻസ്ഫർ പ്രൈസിങ് വിങ് ഉണ്ട്. ആ ട്രാൻസ്ഫർ പ്രൈസിങ് വിങ്ങിലേക്ക് ഈ ഇടപാട് മൊത്തം കൈമാറും. ഈ അസസ്സിയുടെ വിവരങ്ങൾ എന്ത് ചെയ്യും, കൈമാറും. എന്നിട്ട് അവരോട് പറയും, എന്താണ് ഈ SSCയുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു എക്സ്പെൻഡിച്ചർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും. സോ ഇത് അസസിങ് ഓഫീസർ ഇങ്ങനെ ഈ ട്രാൻസ്ഫർ പ്രൈസിങ് വിങ്ങിലേക്ക് ഇത് എന്ത് ചെയ്യാണ്, കൈമാറുകയാണ്. അതിനെ നമ്മൾ പറയുന്നത് ദ കേസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ എന്നാണ് പറയുക. ഓക്കെ, ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ. അപ്പോൾ ഈ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസറുടെ ജോലി എന്താണ്, ഈ അസസ്സി റെക്കോർഡ് ചെയ്തിരിക്കുന്ന വാല്യൂ കറക്റ്റ് ആണോ, അപ്പോൾ കറക്റ്റ് വാല്യൂ ആണോ, ഈ കറക്റ്റ് വാല്യൂവിനെ നമ്മളൊരു പേര് പറയും, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ആംസ് ലെങ്ത് പ്രൈസ്. എന്താണ് ആംസ് ലെങ്ത് പ്രൈസ്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നെങ്കിൽ നമ്മൾ എത്ര കൊടുക്കുമായിരുന്നോ ഏതാണ്ട് അത് തന്നെയാണോ ഇപ്പോൾ നമ്മുടെ അസോസിയേറ്റഡ് എൻ്റർപ്രൈസിൽ നിന്ന് വാങ്ങിയപ്പോൾ നമ്മൾ കൊടുത്തത് അതേ തുക തന്നെയാണോ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഈ ഒരു ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസറെ ഏൽപ്പിക്കുന്നത്. ഇതൊന്നുമല്ല അമെൻമെൻറ്റ്, ഇതൊക്കെ നിയമത്തിൽ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർക്ക് വൺസ് കൈമാറി കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ നമ്മളെ വിളിപ്പിച്ച് എന്ത് ചെയ്യും, മുഴുവൻ കാര്യങ്ങളും നമ്മളോട് ചോദിച്ച് അയാൾക്ക് ആവശ്യമായിട്ടുള്ള എവിഡൻസുകളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം ഈ ട്രാൻസാക്ഷൻ്റെ വാല്യൂ അയാൾ നിശ്ചയിക്കും. So value will be determined by the transfer pricing officer in order to check whether the value is as per arm's length price. അത് ആ പ്രോപ്പർ ആംസ് ലെങ്ത് പ്രൈസിൽ തന്നെയാണോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ നിശ്ചയിക്കും. അപ്പോൾ ഇതിന് അയാൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കംപ്ലീറ്റ്, അതായത് നമ്മളൊരു അസസിങ് ഓഫീസർക്ക് എന്തൊക്കെ വിവരങ്ങൾ കൊടുക്കണമോ, ഒരു അസസ്മെൻറ്റ് നടക്കുമ്പോൾ അസസിങ് ഓഫീസർക്ക് നമ്മൾ എന്തൊക്കെ രേഖകൾ കൊടുക്കുന്നുണ്ടോ ആ രേഖകളെല്ലാം നമുക്ക് ആർക്കും കൊടുക്കേണ്ടി വരും, ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർക്കും കൊടുക്കേണ്ടി വരും. കാരണം ഈ സാഹചര്യത്തിൽ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ ആയിരിക്കും അവിടെ അസസിങ് ഓഫീസറായിട്ട് പെർഫോം ചെയ്യുക. സോ വി നീഡ് ടു ഗീവ് ഓൾ സച്ച് ഡോക്യുമെന്റ്സ് ടു ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ. ഇപ്പോൾ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ നമ്മുടെ ഈ ട്രാൻസാക്ഷൻ്റെ മുഴുവൻ വിവരങ്ങളും പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ച് പോയപ്പോൾ അയാൾ ഈ വർഷം നമ്മൾ എത്ര ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട്. സോ അയാൾ നോക്കുകയാണ്, ഓക്കെ നമ്മൾ ഇതുവരെ നമ്മൾ ബുക്കിൽ നമ്മൾ 50 ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തിയതായിട്ടാണ് കാണുന്നത്. സോ അയാൾ അതിൻ്റെ ഓരോ രേഖകളും പരിശോധിച്ച് വന്നപ്പോൾ അയാൾ കണ്ടെത്തി ശരിക്കും നമ്മൾ 50 ട്രാൻസാക്ഷൻ അല്ല നടത്തിയിരിക്കുന്നത്, 51 ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മളത് പുറത്ത് പറഞ്ഞിട്ടില്ല. ഇത് പക്ഷെ ആര് കണ്ടെത്തി, ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ അവിടെ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർ ഇവിടെ ശരിക്കും ഒരു അസസിങ് ഓഫീസർ അല്ലെങ്കിൽ പോലും അയാൾക്ക് ഇവിടെ അസസിങ് ഓഫീസറുടെ പവർ ഉള്ളത് കൊണ്ട് തന്നെ അയാൾ കണ്ടെത്തിയ ആ ഒരു ട്രാൻസാക്ഷനും നമ്മുടെ ഇൻകത്തിലേക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ആ ട്രാൻസാക്ഷൻ്റെ ഇമ്പാക്റ്റ് കൂടി നമ്മുടെ ടോട്ടൽ ഇൻകത്തിലേക്ക് കൊണ്ടുവരാനുള്ള പവർ അയാൾക്കുണ്ട്. മാത്രമല്ല ആ ട്രാൻസാക്ഷൻ്റെ വാല്യൂവും
എത്രയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർക്ക് ഉണ്ടായിരിക്കും. ഇത് ഓൾറെഡി നിയമത്തിലുള്ളതാണ്. ഇപ്പോൾ എന്താണ് അമെൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ അസസിങ് ഓഫീസർ, നമ്മൾ ആദ്യം വീണ്ടും റിവൈൻഡ് അടിച്ച് ബാക്കിലേക്ക് പോയാൽ, അസസിങ് ഓഫീസർ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിക്കുമ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ പ്രോപ്പറായിട്ട് വാല്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർക്ക് കൈമാറിയത്. പക്ഷേ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം, ശരിക്കും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് പ്രോപ്പറായിട്ട് വാല്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമല്ല ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർക്ക് കൈമാറുന്നത്. ചില സ്പെസിഫിക് ആയിട്ടുള്ള, ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസ് വാല്യൂ ചെയ്യാൻ പറ്റാത്ത കേസുകളിലും എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർക്ക് കൈമാറാം. അപ്പോൾ സ്പെസിഫൈഡ് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസ് അഥവാ SDT എന്നാണ് പറയുക. ഇത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അസസിംഗ് ഓഫീസർ അത് ആർക്ക് കൈമാറും? ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർക്ക് കൈമാറും. ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർ അതിൻ്റെ വാല്യൂഷൻ ചെയ്യുകയും ചെയ്യും. ഇപ്പം എന്താണ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് അമെൻമെൻറ്റിൽ ഇത് മുമ്പുള്ള കാര്യം തന്നെയാണ്. അമെൻമെൻറ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർ ഇതൊക്കെ പരിശോധിക്കുമല്ലോ. പരിശോധിച്ച് പോകുമ്പോൾ ഇയാൾ എന്ത് ചെയ്യാണ്? ഏതെങ്കിലും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ അയാൾ പുതുതായി നമ്മൾ നടത്തിയതായി അയാൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൂടി അയാൾ ഡിറ്റർമിൻ ചെയ്യുക. അയാൾക്ക് ഡിറ്റർമിൻ ചെയ്യാമെന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നു. ഇയാളിങ്ങനെ പരിശോധിച്ച് പോകുമ്പോൾ നമ്മൾ പുറത്ത് പറയാത്ത ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ മാത്രമല്ല, നമ്മൾ പുറത്ത് പറയാത്ത ചില സ്പെസിഫൈഡ് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസ് അയാൾ കണ്ടെത്തിയാലും അതിനെയും അയാൾക്ക് വാല്യൂ ചെയ്ത് അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന amendment. So that is the amendment under this transfer pricing area. So okay. Now the section provides that if during the course of proceeding before him എന്ന് പറഞ്ഞാൽ ഇവിടെ him എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസറാണ് കേട്ടോ. ഓക്കെ, an international transaction comes to the notice of TPO. ആ ഒരു ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഇയാളുടെ കണ്ണിൽപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നതായി അയാൾ കണ്ടെത്തുന്നു. ബട്ട് വിച്ച് ഹാസ് നോട്ട് ബീൻ റെഫേർഡ് ടു ഹിം ബൈ ദി AO എന്ന് വെച്ചാൽ അസസിംഗ് ഓഫീസർ. പക്ഷേ ആ ഒരു ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനെ വാല്യൂ ചെയ്യാൻ AO ഇയാളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ AO തന്നെ അത് കണ്ടിട്ടുണ്ടാവില്ല. Then the TPO can proceed to determine the arm's length price in its respect as well. അതിൻ്റെയും ആ ട്രാൻസാക്ഷൻ്റെയും എന്ത് ALP ഡിറ്റർമൈൻ ചെയ്യുവാനുള്ള അധികാരം, അവകാശം ആർക്കുണ്ട്? ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസറുണ്ട്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ALP ബൈ ദി TPO ഓഫ് ദോസ് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഡീറ്റെയിൽസ് ഓഫ് വിച്ച് ഹാവ് നോട്ട് ബീൻ ഫർണിഷ്ഡ് ഇൻ ദി ഓഡിറ്റ് റിപ്പോർട്ട് റെഫേർഡ് ടു. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസി ഈ ട്രാൻസ്ഫർ ഈ ആംസ് ലെങ്ത് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അസസി മതിയായ രേഖകൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അസസിയുടെ കണക്ക് ഓഡിറ്റ് ചെയ്തതിൻ്റെ റെക്കോർഡ്സും ഡോക്യുമെൻറ്റ്സും എല്ലാം ആർക്ക് കൊടുക്കേണ്ടി വരും? ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർ ഒരു എന്തുകൂടി നടന്നിട്ടുള്ളതായിട്ട് കണ്ടെത്തുന്നു, ഒരു ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ കൂടി നടന്നിട്ടുള്ളതായിട്ട് കണക്കാക്കും. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഇയാൾ പുറത്ത് പറയാത്തൊരു ട്രാൻസാക്ഷൻ കൂടി നടന്നിട്ടുള്ളതായിട്ട് കണക്കാക്കുന്നു. അതിൻ്റെ മേലുള്ള എന്താണ് വാല്യൂഷൻ ചെയ്യാനുള്ള അധികാരം ഇയാൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അമെൻമെൻറ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് amended to enable TPO to deal with SDTs, specified domestic transactions, which have not been referred to him by the AO and or in whose respect audit report is not filed. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ വിവരം ഒന്നും ഇയാളുടെ കൈവശം ഇല്ലെങ്കിൽ പോലും അയാൾ അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആംസ് ലെങ്ത് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള അവകാശവും ആർക്കുണ്ടായിരിക്കും? യെസ്, ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർക്ക് ഉണ്ടായിരിക്കും. സോ ദിസ് ഈസ് ദി അമെൻമെൻറ്റ്. ശരി, മറ്റൊന്ന് സെക്ഷൻ 94B ആണ്. സോ 94B അഗെയിൻ നോക്കൂ, ഒരു നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഓക്കെ, ഒരു നോൺ റെസിഡൻ്റ് അല്ലെങ്കിൽ നമ്മുടെ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യയിലുള്ള ഒരു സ്ഥാപനം. ഈ ഇന്ത്യയിലുള്ളൊരു സ്ഥാപനത്തിന് ഇന്ത്യക്ക് പുറത്തൊരു അസോസിയേറ്റഡ് എൻ്റർപ്രൈസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോൾഡിംഗ് കമ്പനിയോ സബ്സിഡിയറി കമ്പനിയോ എന്ത് വേണമെങ്കിലും ആവട്ടെ, അങ്ങനെ ഒരു സ്ഥാപനം ഇന്ത്യക്ക് പുറത്തുണ്ട്.
സോ ആ പുറത്തുള്ള ഇവരുടെ അസോസിയേറ്റഡ് എൻ്റർപ്രൈസിൽ നിന്ന് ഇന്ത്യയിലുള്ള സ്ഥാപനം ഒരു ലോൺ എടുക്കുകയാണ്. ഉദാഹരണത്തിന് നമുക്ക് ഇന്ത്യയിൽ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനി ഇന്ത്യക്ക് പുറത്തുള്ള അവരുടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള നോൺ റെസിഡൻറ്റ് സ്ഥാപനത്തിൽ നിന്ന് ദേ ഹാവ് ടേക്കൺ എ ലോൺ. ഓക്കെ, ആ ലോണിന് അവരെന്ത് കൊടുക്കുന്നുണ്ട്? ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. സോ ഈ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഇന്ത്യയിലുള്ള സ്ഥാപനം അവരുടെ എക്സ്പെൻഡിച്ചറായി അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും. സംശയമുണ്ട്? ഈ കൊടുത്ത ഇൻട്രസ്റ്റ് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ അവരുടെ PGBP ഹെഡിനകത്ത് അവർക്ക് ഒരു ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതുവഴി അവർക്ക് അവരുടെ പ്രോഫിറ്റ് കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ സെക്ഷൻ 94B നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥാപനം ലോൺ എടുത്തിരിക്കുന്നത് അവരുടെ അസോസിയേറ്റഡ് എൻ്റർപ്രൈസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കൊടുത്ത ഇൻട്രസ്റ്റ് ഇവരുടെ ഈ ബന്ധം കാരണം ആ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടിനെ എന്ത് ചെയ്യാം? സ്വാധീനിക്കാം. സോ അതുകൊണ്ട് ഈ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അത് മുഴുവൻ ഇവർക്ക് ഇവരുടെ ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാൻ കഴിയില്ല. പകരം ആ ഇൻട്രസ്റ്റ് എമൗണ്ട്, ആ കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് 30% ഓഫ് ദെയർ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, EBITDA. നിങ്ങൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ റേഷ്യോ അനാലിസിസിലൊക്കെ ചിലപ്പോൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടാകും. EBITDA അല്ലെങ്കിൽ PBITDA എന്ന് പറയും. എബിറ്റ എന്ന് പറയും. യെസ്, എബിറ്റ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ഏർണിംഗ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. അതിന് മുന്നേ ഉള്ള പ്രോഫിറ്റിൻ്റെ 30% വരെ മാത്രമേ നിങ്ങൾക്ക് മാക്സിമം ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. ഇതാണ് സെക്ഷൻ 94B പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. സോ അമെൻമെൻറ്റ് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനു മുമ്പേ എന്താണെന്ന് നോക്കാം. സോ 94B പുട്ട്സ് ഇൻ പ്ലേസ് എ റെസ്ട്രിക്ഷൻ. ശരിക്കും ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു തടസ്സമാണ്, ഒരു റെസ്ട്രിക്ഷൻ. എന്തിനുള്ള റെസ്ട്രിക്ഷനാണ്? ഡിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. നമുക്കൊരു ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ടാകുന്നു, അത് ഡിഡക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു റെസ്ട്രിക്ഷൻ ആയിട്ടാണ് ഈ സെക്ഷൻ 94B പറയുന്നത്. ഇൻ റെസ്പെക്ട് ഓഫ് എനി ഡെറ്റ് ഇഷ്യൂഡ് ബൈ എ നോൺ റെസിഡൻറ്റ്. ഡെറ്റ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ പ്രൊവൈഡഡ്, ലോൺ സാങ്ഷൻഡ്, ലോൺ പ്രൊവൈഡഡ്. ലോൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആരാണ്? ഒരു നോൺ റെസിഡൻ്റ് ആണ്. മാത്രവുമല്ല ആ നോൺ റെസിഡൻ്റ് നമ്മുടെ ആരാണ്? ഒരു അസോസിയേറ്റഡ് എൻ്റർപ്രൈസ് ആണ്. നമ്മളെന്ന് വെച്ചാൽ നമ്മളാണ് ലോൺ എടുക്കുന്നത്, ബോറോവർ. സോ ഇറ്റ് അപ്ലൈസ് ടു അപ്പോൾ ഈ ബോറോവർ ആരാണ്? ഇന്ത്യൻ കമ്പനി ഓർ എ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ഫോറിൻ കമ്പനി ഇൻ ഇന്ത്യ ഹു ഇസ് എ ബോറോവർ. അപ്പോൾ ബോറോവർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതൊരു ഇന്ത്യൻ കമ്പനി ആകാം, അല്ലെങ്കിൽ ഒരു വിദേശ കമ്പനിയുടെ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഇന്ത്യയിലുള്ള പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആകാം. ഓക്കെ. ഇഫ് സച്ച് എ പേഴ്സൺ ഇൻകേഴ്സ് എനി എക്സ്പെൻഡിച്ചർ ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ്, അപ്പോൾ ആ സ്ഥാപനത്തിന് ഒരു ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവുകയാണ്. അത് എത്രയാണ്? എക്സീഡിങ് 1 crore rupees. ഇൻട്രസ്റ്റ് എമൗണ്ട് വന്നിരിക്കുന്നത് എത്രയാണ്? 1 കോടി രൂപയ്ക്ക് മേളിലാണ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. മാത്രവുമല്ല ഈ ഇൻട്രസ്റ്റ് അവർക്ക് PGBP ഹെഡിൽ എന്ത് ചെയ്യാം? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഡിഡക്റ്റബിൾ, നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഇൻട്രസ്റ്റ് തുക റെസ്ട്രിക്റ്റഡ് ആണ്. എത്രയാണ് റെസ്ട്രിക്റ്റഡ് ആവുക? ടു ദ എക്സ്റ്റെൻഡ് ഓഫ് 30%. സോ ദാറ്റ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ ഈസ് നമുക്ക് ആ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഉദാഹരണം, നമ്മൾ 2 കോടി രൂപ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. ആ 2 കോടി രൂപയെ നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പകരം എത്രയേ പറ്റത്തുള്ളൂ? നമ്മുടെ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എമൗണ്ട് എടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ 30% എടുക്കും. അപ്പോൾ ഉദാഹരണത്തിന് 5 കോടി രൂപയാണ് നമ്മുടെ EBITDA. ആ 5 കോടിയുടെ 30% എന്ന് പറഞ്ഞാൽ 1.5 കോടി. നമ്മൾ 2 കോടി രൂപ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ 30% മാത്രമേ നമുക്ക് ഡിഡക്ഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഇനി പറയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും അറ്റ് പ്രസന്റ് ദ പ്രൊവിഷൻ ഓഫ് ദിസ് സെക്ഷൻ, ഈ 94B എന്ന് പറയുന്നത് ഇനി പറയുന്ന ആൾക്കാർക്ക് ബാധകമല്ല. ഡു നോട്ട് അപ്ലൈ ടു ഇന്ത്യൻ കമ്പനീസ് ഓർ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫോറിൻ കമ്പനീസ് വിച്ച് ആർ engaged in the business of banking or insurance. ഓക്കെ. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ആ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ബിസിനസ് ആണെങ്കിലോ ഇൻഷുറൻസ് ബിസിനസ് ആണെങ്കിലോ ഓർ സച്ച് ക്ലാസ് ഓഫ് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. സോ ഇത്തരം സ്ഥാപനങ്ങൾക്ക് നിലവിൽ ഈ പറയുന്ന 94B നിലവിൽ ബാധകമല്ല. അപ്പോൾ ഇനി എന്താണ് ഈ അമെൻമെന്റ് എന്നുള്ളത് നോക്കാം.
നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഒരുപാട് ടാക്സ് ഇളവുകൾ ഇപ്പോൾ സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. ഫിനാൻസ് ആക്ട് 2024 കൊണ്ടുവന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് 25 കുറേ കൂടി കൂടുതൽ ഇളവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് ഈ അമെൻമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് അമെൻഡഡ് ടു പ്രൊവൈഡ് ദി പ്രൊവിഷൻ ഓഫ് ദി സെക്ഷൻ. ഈ പറയുന്ന 94B ഷാൽ നോട്ട് അപ്ലൈ ടു ഫൈനാൻസ് കമ്പനീസ് ലൊക്കേറ്റഡ് ഇൻ IFSC. IFSC ലൊക്കേറ്റ് ചെയ്യുന്ന ഫൈനാൻസ് കമ്പനികൾക്കും ഈ 94B ബാധകമല്ല. ബട്ട് ദേ നീഡ് ടു സാറ്റിസ്ഫൈ സർട്ടൻ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ്. അതാണ് കണ്ടീഷൻ. സോ ദാറ്റ് ഈസ് 94B. സോ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ആയിരുന്നു 94B. സോ 94B പറയുന്ന ഇത്രയേ ഉള്ളൂ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് ഇന്ത്യക്ക് പുറത്ത് നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു അസോസിയേറ്റഡ് സ്ഥാപനമുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യുന്നതിൽ ഒരു റെസ്ട്രിക്ഷനാണ് ഈ 94B മുന്നോട്ട് വെക്കുന്നത്. പറയുന്ന ഇത്രയേ ഉള്ളൂ, ആ അസോസിയേറ്റഡ് ആയിട്ടുള്ള നമ്മൾ അസോസിയേറ്റഡ് എൻ്റർപ്രൈസിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് 1 കോടി രൂപയ്ക്ക് മേളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, 1 CR മേളിൽ പോവുകയാണെങ്കിൽ ആ കൊടുത്ത ഇൻട്രസ്റ്റ് തുക എത്രയ്ക്ക് മേളിൽ പോകാൻ പാടില്ല? 30% ഓഫ് EBI TDA. നിലവിൽ അത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള NBFCകൾക്കൊന്നും തന്നെ ബാധകമല്ല. ആ ലിസ്റ്റിലേക്ക് എന്താണ് IFSCയിൽ പ്രവർത്തിക്കുന്ന ഫൈനാൻസ് കമ്പനികളെ കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഈ വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. സോ നമ്മൾ ആ സെക്ഷനും പഠിച്ചു, അതിനോടൊപ്പം തന്നെ ഇത് ആർക്കാണ് ബാധകമാവാത്തത് എന്നുള്ളതും കൂടി നമ്മൾ കണ്ടു, അമെൻമെൻറ്റും കണ്ടു. ദെൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങും അതുപോലെ തന്നെ പാൻ കാർഡിനെ പറ്റിയിട്ടുള്ള ഏരിയക്കകത്ത് ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ പാൻ കാർഡ് എടുക്കുന്നതിന് ആധാർ കാർഡ് നിർബന്ധമാണ്. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് എന്ത് ചെയ്യും? ലഭിക്കും, നമുക്കറിയാം. സോ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് പാൻ കാർഡ്. സോ നിങ്ങൾ പാനിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആധാർ നമ്പർ കൂടി കോട്ട് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ കൊടുക്കാൻ. പക്ഷേ ഈ ആധാർ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ മുമ്പ് നമുക്ക് ഈ ആധാർ കാർഡിനെ അപേക്ഷിച്ച ആധാർ എൻറോൾമെൻറ്റ് ID നമ്പർ കൂടി എന്ത് ചെയ്യാം കൊടുത്താൽ മതിയായിരുന്നു. ഇങ്ങനെയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ആധാറും എന്താണ് പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിച്ചാൽ മതി, ഇങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് നിർത്തലാക്കി. ഇനി മുതൽ നിങ്ങൾ ആധാർ എൻറോൾമെൻറ്റ് ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് ലഭിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സോ ഇതിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, discontinue the option of quoting the enrollment ID of the Aadhaar application form, as any allotment of PAN against enrollment may lead to duplication and misuse of PAN. See, ആധാറും പാൻ കാർഡും തമ്മിൽ എന്ത് ചെയ്യുന്നു? ലിങ്ക് ചെയ്യുന്നതിൻ്റെ പർപ്പസ് തന്നെ എന്താണ്? ഈ പാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കാനാണ്. പാൻ ഡ്യൂപ്ലിക്കേഷനിലൂടെയുള്ള ടാക്സ് വെട്ടിപ്പ് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ ആധാർ എൻറോൾമെൻറ്റ് ID കോട്ട് ചെയ്യുക വഴി നമ്മളിപ്പോൾ ഒന്നിലധികം ആധാർ എൻറോൾമെൻറ്റ് ID പലതവണയായിട്ട് എടുത്ത് അങ്ങനെയൊക്കെ ഈ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ അതെന്ത് ചെയ്തു? നിർത്തലാക്കി. Therefore it is provided 139A1 shall not apply from 1/10/2024. It is further provided that every person who has allotted permanent account number on the basis of enrollment ID shall intimate Aadhaar number owner before the due date. എന്ന് മാത്രമല്ല, ഈ ആധാർ എൻറോൾമെൻറ്റ് ID പ്രകാരം നമുക്ക് എന്താണ് പാൻ കാർഡ് അലോട്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾ അവരുടെ ആധാർ നമ്പർ നിശ്ചിത സമയത്തിനുള്ളിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻഫോം ചെയ്തിരിക്കണം എന്നുള്ളത് കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ചെറിയൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. 139 പറയുന്നത് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയല് ചെയ്യാൻ ബാധ്യതയുള്ള ആൾക്കാർ കറക്റ്റ് സമയത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. സെക്ഷൻ 139 പ്രകാരം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യതയുള്ളവർ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അവർക്ക് 139 ബാധകമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, where any return of income is furnished in pursuance of an order 119(2)(b). 119(2)(b) എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല, സമയം കഴിഞ്ഞു പോയി. ഇനി 139 പ്രകാരം നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ നിർവാഹമില്ല. പിന്നെ ഇപ്പോൾ അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്ന പരിപാടിയുണ്ട്. പക്ഷേ അപ്ഡേറ്റഡ് റിട്ടേൺ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് ഒന്നും കിട്ടത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, പഠിച്ചിട്ടുള്ളതാണ്.
അപ്ഡേറ്റ് റിട്ടേൺ നമ്മൾ ടാക്സ് അങ്ങോട്ട് അടയ്ക്കുവാനോ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലോസ് കുറയ്ക്കാനോ, അപ്പോൾ ലോസ് കൂട്ടാനോ റീഫണ്ട് വാങ്ങാനോ ഒന്നും നമുക്ക് അപ്ഡേറ്റ് റിട്ടേൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടൊണേഷൻ ഓഫ് ഡിലേ ഇൻ ഫയലിംഗ് റിട്ടേൺ എന്ന് പറയും. അതായത് നമുക്ക് കമ്മീഷണർ മുമ്പാകെ എനിക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റാത്തതിന് ഇന്ന വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് വി കുഡ് സബ്മിറ്റ് എ റിക്വസ്റ്റ്. ആ റിക്വസ്റ്റ് പരിഗണിക്കുമ്പോൾ, ആ റിക്വസ്റ്റ് നോക്കിക്കഴിയുമ്പോൾ ഈ കമ്മീഷണർ നമ്മളെ നേരിട്ട് പേഴ്സണലി ഹാജരാകാൻ പറയും. നമ്മളോട് കാരണങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് റിട്ടേൺ, ബിലേറ്റഡ് റിട്ടേൺ അല്ല, അല്ലാതെ തന്നെ നമുക്ക് അപ്ഡേറ്റ് റിട്ടേൺ അല്ല, നമ്മളോട് അല്ലാതെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്തോളാം നമ്മളോട് പറയാറുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഈ കണ്ടൊണേഷൻ ഓഫ് ഡിലേ പറ്റി പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ് ഇത് 119(2)B. നോക്കൂ, വേർ എനി റിട്ടേൺ ഈസ് ഫർണിഷ്ഡ് ഇൻ പെർസുവൻസ് ഓഫ് ആൻ ഓർഡർ അണ്ടർ 119(B)(2)B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനീ പറഞ്ഞു പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 139 ഷാൽ അപ്ലൈ. 139 ബാധകമാണ്. കാരണം 139 പ്രകാരം ഫയൽ ചെയ്യുന്ന റിട്ടേണിൻ്റെ ഫർദർ പ്രോസസ്സിങ് മറ്റ് കാര്യങ്ങൾക്കെല്ലാം ഒരു രീതിയുണ്ട്. സോ നിങ്ങൾ ഈ 119(2)B ഓർഡർ വാങ്ങി നിങ്ങൾ ഫയൽ ചെയ്യുന്ന റിട്ടേൺ 139 പ്രകാരം ഫയൽ ചെയ്ത റിട്ടേൺ ആയിട്ട് തന്നെ ആയിരിക്കും കണക്കാക്കുക. സോ അതിൻ്റെ ഫർദർ പ്രോസസ്സിങ്ങും ഇൻറ്റിമേഷനും അസസ്മെൻറ്റും റെഗുലർ അസസ്മെൻറ്റും ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റും ഒക്കെ 139 റിട്ടേൺ ആയിട്ട് കണ്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ കൂടി നമുക്ക് അമെൻമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അസസ്മെൻ്റ് ഏരിയയിലാണ് ഏറ്റവും വലിയൊരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. സോ അത് നമുക്ക് ഇത്തവണത്തെ എക്സാമിനേഷന് നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ച് പ്രതീക്ഷിക്കാം. അതിപ്പോൾ CA എക്സാമിനേഷൻ പക്ക നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. CMA അങ്ങനെ തന്നെയാണ്. നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് ഈ ഒരു അസസ്മെൻ്റ് ഏരിയയിൽ വന്നിരിക്കുന്നത്. അതായത് ഇൻകം ടാക്സ് നിയമത്തിൽ എല്ലാ കാലത്തും ബുദ്ധിമുട്ടായിരുന്ന ഒരു വിഷയമാണ് ഈ സെർച്ച് അസസ്മെൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. സെർച്ച് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സെർച്ചിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ CMA ഫൈനൽ ലെവലിൽ നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. സെർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പരിശോധന. അതായത് നമ്മുടെ പ്രിമൈസ്, നമ്മുടെ വീട്, നമ്മുടെ കച്ചവട, നമ്മൾ ബിസിനസ്സുകാരനാണെങ്കിൽ നമ്മുടെ കച്ചവട സ്ഥാപനം, ഇവയെല്ലാം തന്നെ പരിശോധിക്കുവാനുള്ള അവകാശം, അധികാരം ആർക്കുണ്ട്? ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്കുണ്ട്. സോ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് നമ്മെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അതായത് നമ്മുടെ കയ്യിൽ ബ്ലാക്ക് മണി, അതായത് പുറത്ത് പറയാത്ത സ്രോതസ്സില്ലാത്ത വരുമാനം നമ്മൾ സൂക്ഷിക്കുന്നതായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ബോധ്യപ്പെട്ടാൽ നമ്മുടെ വീടും നമ്മുടെ കച്ചവട സ്ഥാപനവും എല്ലാം ഒരു സുപ്രഭാതത്തിൽ വന്ന് എന്ത് ചെയ്യാം? പരിശോധിക്കുവാനുള്ള അവകാശം അവർക്കുണ്ട്. ഇതിനെയാണ് നമ്മൾ സെർച്ച് എന്ന് പറയുന്നത്. സോ ഈ സെർച്ച് വൺസ് അവർ നടത്തി, ഇവർ ചിലപ്പോൾ പലതും കണ്ടെത്തിയിട്ടുണ്ടാകും, ചിലപ്പോൾ സെർച്ച് നടത്തി ഇവരൊന്നും കണ്ടെത്തിയിട്ടില്ലായിരിക്കാം. ഫിസിക്കലി അവർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ ഒരുപാട് രേഖകളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാകാം. അപ്പോൾ അതുപോലെ തന്നെ ഇവർ ഈ സെർച്ചിൻ്റെ അനന്തരഫലമായിട്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പിടിച്ചെടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. വൺസ് ഇവർ കുറേ കാര്യങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ കുറേ രേഖകൾ പിടിച്ചെടുത്തു, ഇതിൻ്റെയൊക്കെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇതായിരുന്നു ഇൻകം ടാക്സ് നിയമത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. പണ്ട് എന്തായിരുന്നു, പഴയ നിയമം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലം മുന്നേ വരെ ഉണ്ടായിരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നിപ്പോൾ സെർച്ച് നടക്കുകയാണ്. ഇതിപ്പോൾ വർഷം 2025 ഏപ്രിൽ മാസം സെർച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ ഉള്ള 6 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുവാനുള്ള അവകാശം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടായിരുന്നു. ഇതിനെയാണ് നമ്മൾ ബ്ലോക്ക് അസസ്മെൻ്റ് എന്ന് പറയും. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് അവർ എന്ത് ചെയ്യും? അസസ് ചെയ്യും. ഇതിന് തൊട്ട് മുന്നേ ഉള്ള 6 വർഷം, ഇതിന് മുന്നേ ഉള്ള 6 വർഷം നിങ്ങൾക്ക് എന്ത് അസസ്മെൻറ്റ് നടത്തി, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാകാം, ഫയൽ ചെയ്തിട്ടില്ലായിരിക്കാം. റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പല വിധത്തിലുള്ള അസസ്മെൻറ്റുകൾ നടന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പല അസസ്മെൻറ്റുകൾ ഓൾറെഡി പെൻഡിങ് ആയിരിക്കാം. അതെല്ലാം മാറ്റിവെച്ച് പുതിയ അസസ്മെൻറ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിനായിരുന്നു ബ്ലോക്ക് അസസ്മെൻറ്റ്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇവർ ഈ ബ്ലോക്ക് അസസ്മെൻറ്റ് സർക്കാർ നിർത്തലാക്കി. പകരം ഈ സെർച്ച് അസസ്മെൻറ്റിനെ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് 147 ഇതിനെ എന്ത് ചെയ്തു? മർജ് ചെയ്തു. അതിലേക്ക് നമ്മൾ മർജ് ചെയ്തിട്ട് സെർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻ്റ് ആയിട്ട് പരിഗണിച്ചാണ് എന്ത് ചെയ്തിരുന്നത്? ഇതിനെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് ലേറ്റസ്റ്റ് ആയിട്ടാണ്. സെർച്ച് അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു 153A 153C എന്നൊക്കെ പറഞ്ഞ അസസ്മെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, സെക്ഷനുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് ഇതിനെ നമ്മൾ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റിൻ്റെ ഗണത്തിലേക്ക് ഈ പറയുന്ന സെർച്ച് അസസ്മെൻറ്റുകളെ കൊണ്ടെത്തിച്ചു.
ഇപ്പം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഗവൺമെൻറ് മനസ്സിലായി അതൊന്നും തന്നെ ഉദ്ദേശിക്കുന്ന ഫലം എന്ത് ചെയ്യുന്നില്ല, തരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത്തരം അസസ്മെൻറ്റുകളൊക്കെ വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്, നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ പ്രോപ്പറായിട്ട് അസസ്മെൻറ്റുകൾ തീർക്കാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് റവന്യൂ അതിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അസസ്മെൻറ്റ് നടക്കുന്നു, അതിനെതിരെ അപ്പീൽ പോകുന്നു, ഇങ്ങനെ നീണ്ടു പോവാണ്. അപ്പോൾ വീണ്ടും സർക്കാർ ബ്ലോക്ക് അസസ്മെൻറ്റിലേക്ക് തിരികെ പോയി. അങ്ങനെ ബ്ലോക്ക് അസസ്മെൻറ്റ് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് 2024 ഫൈനാൻസ് ആക്ടിൽ, ഇൻകം ടാക്സിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അമെൻമെൻറ്റ്. സോ ദേ ഇൻട്രൊഡ്യൂസ്ഡ് ബ്ലോക്ക് അസസ്മെൻറ്റ് ബാക്ക് ടു അവർ ലോ. സോ ബ്ലോക്ക് അസസ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ സെക്ഷനുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം കുറേ കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു മെറ്റീരിയലിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തുള്ള റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. യെസ്, സോ ഫോളോയിങ് പ്രൊവിഷൻസ് ആർ മെയ്ഡ് ഫോർ അസസ്മെന്റ് ഇൻ കേസ് ഓഫ് സെർച്ച് ആൻഡ് സീഷർ. സെർച്ച് എന്ന് വെച്ചാൽ പരിശോധന, സീഷർ എന്ന് പറഞ്ഞാൽ കണ്ടുകെട്ടൽ, പിടിച്ചെടുക്കൽ എന്നുള്ളതാണ്. അസസ്മെന്റ് ഓഫ് ടോട്ടൽ ഇൻകം ആസ് എ റിസൾട്ട് ഓഫ് സെർച്ച്, ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് 158 BA. നോക്കാം. Where on or after 1/9/2024 a search is initiated under 132, അതായത് ഒരു സെർച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഡേറ്റ് എപ്പോഴാണ്? ഓൺ ഓർ ആഫ്റ്റർ 1/9/2024, 1/9/2024 അതോ അതിനുശേഷമോ നടക്കുന്ന സെർച്ചുകൾക്കാണ് ഇത് ആപ്ലിക്കബിൾ ആവുക. അതിന് മുന്നേ നടന്ന സെർച്ചുകൾക്ക് പഴയ രീതിയിൽ തന്നെയായിരിക്കും അസസ്മെൻറ്റ് നടക്കുക. 1/9/2024 അതിനുശേഷമോ നടക്കുന്ന സെർച്ചുകൾക്ക് ഇനി ഈ ബ്ലോക്ക് അസസ്മെൻ്റ് ആയിരിക്കും നടക്കുക. അപ്പോൾ സെർച്ച് ഇനിഷ്യേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഓർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ അതർ ഡോക്യുമെന്റ്സ് ഓർ എനി അസറ്റ്സ് ആർ റിക്വസിഷൻ അണ്ടർ 132A, അല്ലെങ്കിൽ സെർച്ച് ഈസ് ഇനിഷ്യേറ്റഡ് അണ്ടർ സെക്ഷൻ 132, അല്ല സെർച്ച് ഈസ് ഇനിഷ്യേറ്റഡ് ഓർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ അതർ ഡോക്യുമെന്റ്സ് ഓർ എനി അസറ്റ്സ് ആർ റിക്വസിഷൻ അണ്ടർ 132A. അല്ലെങ്കിൽ ഇവർ 132 പ്രകാരം സെർച്ച് അല്ല നടന്നത്, പകരം നമ്മുടെ വരവ് ചിലവ് കണക്കുകൾ അല്ലെങ്കിൽ മറ്റ് രേഖകൾ ഇവർ 132A പ്രകാരം ആവശ്യപ്പെട്ടു. കേസ് ഓഫ് എനി പേഴ്സൺ, ദെൻ the assessing officer shall proceed to assess or reassess the total income of the block period. അങ്ങനെയാണെങ്കിൽ അസസിംഗ് ഓഫീസർ അസസ്മെന്റ് നടത്തേണ്ടത് ബ്ലോക്ക് പീരീഡിലേക്കാണ്. ബ്ലോക്ക് പീരീഡ്, യെസ്. ഇനി എന്താണ് ഈ ബ്ലോക്ക് പീരീഡ്? ബ്ലോക്ക് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലോക്ക് പീരീഡ് മീൻസ് ദ പീരിയഡ് കംപ്രൈസിംഗ് ദ പ്രീവിയസ് ഇയർ relevant to 6 assessment years preceding the previous year in which the search was initiated under section 132 or any requisition was made under section 132A. അതായത് സെർച്ച് തൽക്കാലം സെർച്ച് എടുക്കാം. സെർച്ച് നടന്ന പ്രീവിയസ് ഇയർ, ഇപ്പൊ സെർച്ച് നടക്കുന്നത് 2025-26 വെച്ചോ. ഇപ്പൊ സെർച്ച് നടക്കുന്നത് ഫോർ എക്സാമ്പിൾ 1/5/2025 സെർച്ച് നടക്കുന്നത്. ഇതേത് പ്രീവിയസ് ഇയർ ആണ്? പ്രീവിയസ് ഇയർ 2025-26. സോ ഇതിന് തൊട്ട് മുന്നേ ഉള്ള 6 വർഷം, 25-26 തൊട്ട് മുന്നേ ഉള്ള 6 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് മുന്നേ ഉള്ള 6 വർഷം എന്ന് പറഞ്ഞാൽ 24-25, 23-24, 22-23, 21-22 അല്ലേ, 20-21, അതുപോലെ തന്നെ 19-20, 1, 2, 3, 4, 5, 6, ഈ 6 വർഷത്തെയാണ് നമ്മൾ ഈ 6 years, 6 previous years, ഈ 6 വർഷത്തെ അസസ്മെന്റ് അവർ എന്ത് ചെയ്യും? വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. സോ ബ്ലോക്ക് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. നോക്കൂ, മീൻസ് പീരിയഡ്, ആ ഒരു പീരീഡ് കംപ്രൈസിങ് previous years relevant to 6 assessment years preceding the previous year in which search is initiated എന്നാണ്. preceding the previous, ഏത് പ്രീവിയസ് ഇയറിലാണോ സെർച്ച് ഇനിഷ്യേറ്റ് ചെയ്തത് അതിന് മുന്നേ ഉള്ള 6 വർഷം കഴിഞ്ഞിട്ടില്ല, അതാണ് ബ്ലോക്ക്. പക്ഷെ അതിലേക്ക് ഒരു കാര്യം കൂടി വരുന്നുണ്ട്. ആൻഡ് ഓൾസോ, ആ ബ്ലോക്കിലേക്ക് എന്തുകൂടി ഉൾപ്പെടുന്നുണ്ട്? ഓൾസോ ഇൻക്ലൂഡ്സ് period starting from first day of the April of the previous year in which search was initiated or requisition was made and ending on the date of execution of the last of the authorization for search or such a requisition 158. സോ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ബ്ലോക്ക് പീരീഡിലേക്ക്
നമ്മുടെ കറണ്ട് ഇയറിലല്ലേ, ഇപ്പോൾ നമ്മൾ ഈ വർഷമല്ലേ 1/5/2025 സെർച്ച് നടന്നിരിക്കുന്നത്. ഈ വർഷത്തെ April 1 മുതൽ സെർച്ച് നടന്ന ദിവസം വരെയുള്ള പീരീഡ് കൂടി ആ ബ്ലോക്കിലേക്ക് ആഡ് ചെയ്യും എന്നുള്ളതാണ്. സോ ആൻഡ് ഓൾസോ ഇൻക്ലൂഡ് ദ പീരിയഡ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഫസ്റ്റ് ഡേ ഓഫ് ദ ഏപ്രിൽ ഓഫ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് സെർച്ച് വാസ് സെർച്ച് ഇനിഷ്യേറ്റ് ചെയ്ത വർഷത്തെ പ്രീവിയസ് ഇയറിലെ ഫസ്റ്റ് ഡേ ഓഫ് ദ ഏപ്രിൽ മുതൽ എൻഡിങ് ഓൺ ഏതുവരെ ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദി ലാസ്റ്റ് ഓഫ് ഓതറൈസേഷൻ ഫോർ സച്ച് സെർച്ച്. അപ്പോൾ അതിനൊരു മീനിങ് ഉണ്ട്. ഈ ലാസ്റ്റ് ഓഫ് ഓതറൈസേഷൻ ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ എക്സിക്യൂട്ടഡ്. സെർച്ചിൻ്റെ കേസിലാണെങ്കിൽ ഓൺ ദി കൺക്ലൂഷൻ ഓഫ് ദ സെർച്ച് ആസ് റെക്കോർഡഡ് ഇൻ ദി ലാസ്റ്റ് പഞ്ച്നാമ. ഈ പഞ്ച്നാമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സെർച്ച് നടക്കുന്ന സമയത്ത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ നമ്മുടെ പ്രിമൈസിൽ വന്ന് അവിടെ നടന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന പേപ്പറിനെയാണ് പഞ്ച്നാമ എന്ന് പറയുന്നത്. പഞ്ച്നാമ എന്നാണ് നമ്മളതിനെ പറയുക. ഈ പഞ്ച്നാമ രേഖപ്പെടുത്തിയ അവസാന തീയതിയാണ് സെർച്ച് നടന്ന ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കണക്കാക്കുക. സോ ഫസ്റ്റ് ഡേ ഓഫ് ദി ഏപ്രിൽ മുതൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 May 2025 ലാസ്റ്റ് പഞ്ച്നാമ റെക്കോർഡ് ചെയ്തതെങ്കിൽ 1 April മുതൽ 1 May വരെയുള്ള ആ ഒരു 30-31 ദിവസം കൂടി നമ്മുടെ ആ ബ്ലോക്ക് പീരീഡിലേക്ക് എന്ത് ചെയ്യണം, പരിഗണിക്കണം എന്നുള്ളതാണ് അർത്ഥം. യെസ്. ഇനി അത് സെർച്ചിന്റെ കേസ്. ഇൻ കേസ് ഓഫ് റെക്വസിഷൻ അണ്ടർ 132A, ആക്ച്വൽ റെസീറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ അതർ ഡോക്യുമെന്റ് ഓർ അസറ്റ്സ് ബൈ ദി ഓതറൈസ്ഡ് ഓഫീസർ. ഓഫീസർക്ക് ബുക്സ് കിട്ടുന്ന ദിവസം വരെ 1 April മുതൽ ബുക്സ് കിട്ടുന്ന ദിവസം വരെ കൂടി ബ്ലോക്ക് പീരീഡിനകത്ത് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. ഇനി ബ്ലോക്ക് പീരീഡിൽ ഈ 6 വർഷവും പിന്നെ ഈ പറയുന്ന പീരീഡിലേക്കും കൂടെയുള്ള ഇൻകം നിശ്ചയിച്ച് അവർ കണ്ടെത്തുന്ന പുതിയ ഇൻകം ഉണ്ടല്ലോ, ആ സെർച്ച് അസസ്മെന്റ് വഴി അവർ കണ്ടെത്തുന്ന പുതിയ വരുമാനം ഉണ്ടല്ലോ, ആ പുതിയ വരുമാനത്തിന് വി നീഡ് ടു പേ ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 60%. നമ്മുടെ കയ്യിൽ നിന്ന് അവർ 60% എന്ത് ചെയ്യുന്നത്, ടാക്സ് ഈടാക്കണം. So total income relating to block period shall be charged to tax at the rate specified in section 113. ഈ ബ്ലോക്ക് പീരീഡിൽ നമ്മുടെ കയ്യിൽ നിന്ന് കണ്ടെത്തുന്ന ഇൻകത്തിൻ്റെ മേളിലുള്ള ടാക്സ് നോർമൽ റേറ്റ് ഓഫ് ടാക്സ് അല്ല, പകരം അതിന് ആപ്ലിക്കബിൾ ആകുന്നത് സ്പെഷ്യൽ റേറ്റ് ആണ്, 60%. അതിന് ഒരു ഇളവുമില്ല. സോ 113-നകത്താണ് ആ റേറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ ബ്ലോക്ക് പീരീഡിൽ കണ്ടെത്തുന്ന ഇൻകത്തിൻ്റെ മേളിൽ വരുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ 60%. ഇനി ബ്ലോക്ക് പീരീഡിലെ ഇൻകം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ് ഈ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക? ബ്ലോക്ക് പീരീഡ് 158 BBയിലാണ് ഈ ബ്ലോക്ക് പീരീഡിലെ ഇൻകം എന്ന് പറയുന്നത്. ബ്ലോക്ക് പീരീഡിലെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 158 BB. The total income of block period shall be aggregate of the following. ഇനി പറയുന്ന തുകയുടെ ടോട്ടലിനെയാണ് ബ്ലോക്ക് പീരീഡിലെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അതായത് 6 വർഷത്തെ അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന കറണ്ട് ഇയറിലെ ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, 1 April മുതൽ സെർച്ച് നടന്ന ദിവസം വരെ, സെർച്ച് അവസാനിച്ച ദിവസം വരെയുള്ള ആ പീരീഡിലെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് എടുക്കേണ്ടത്? ടോട്ടൽ ഇൻകം ഡിസ്ക്ലോസ്ഡ് ഇൻ ദി റിട്ടേൺ ഫർണിഷ്ഡ് 158 BC. 158 BC നമ്മളിനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. 158 BC വരുന്നേ ഉള്ളൂ. നമ്മൾ 158 BBL ആയിട്ടുള്ളൂ. എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ വൺസ് ബ്ലോക്ക് പീരീഡ് ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് അവർ റിട്ടേൺ ഫയൽ ചെയ്യാൻ ആവശ്യപ്പെടും. ഈ കഴിഞ്ഞു പോയ വർഷങ്ങളുടെ റിട്ടേൺ നമ്മളോട് ഫയൽ ചെയ്യാൻ ആവശ്യപ്പെടും. ആ റിട്ടേണിൽ നമ്മളായിട്ട് പറയുന്ന ഇൻകം ഉണ്ടല്ലോ, അതാണ് ഇൻകം ഡിസ്ക്ലോസ്ഡ് ഇൻ റിട്ടേൺ ഫർണിഷ്ഡ് അണ്ടർ 158 BC. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 2025-26 എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെർച്ച് നടക്കുന്നതെങ്കിൽ 2019-20 മുതൽ 2024-25 വരെയുള്ള ഈ 6 വർഷത്തെ റിട്ടേൺ നമ്മളോട് ഫയൽ ചെയ്യാൻ പറയും. ഈ 6 വർഷത്തെ റിട്ടേണിൽ നമ്മളായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്ന ഇൻകം ഉണ്ടല്ലോ, ആ ഇൻകം അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ഇൻകം ഡിസ്ക്ലോസ്ഡ് ഇൻ ദ റിട്ടേൺ ഫർണിഷ്ഡ് അണ്ടർ 158 BC. അതുപോലെ തന്നെ ഈ കഴിഞ്ഞു പോയ 6 വർഷത്തിലും നമുക്ക് നേരത്തെ തന്നെ ചിലപ്പോൾ ഓൾറെഡി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാകും, നമ്മുടെ പേരിൽ നേരത്തെയും പല അസസ്മെൻറ്റ് നടന്നിട്ടും ഉണ്ടാകും. സോ നമ്മൾ നേരത്തെ ഫയൽ ചെയ്തിരിക്കുന്ന റിട്ടേണിൻ്റെയും അസസ്മെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ വരുമാനം. ഓക്കെ, സോ ടോട്ടൽ ഇൻകം അസസ്ഡ് അണ്ടർ 143(3), 144, 147, 153A, 153C prior to the date of initiation of search or date of requisition as the case. ആ 6 വർഷത്തിൽ
നമുക്ക് 143 റെഗുലർ അസസ്മെൻറ്റ് സ്ക്രൂട്ടിനി അസസ്മെൻറ്റ് നടന്നിട്ടുണ്ടാകാം. 144 നമുക്ക് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് നമ്മുടെ പേരിൽ നടന്നിട്ടുണ്ടാകാം. 147 ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് നടന്നിട്ടുണ്ടാകാം. 153A നേരത്തെയും സെർച്ച് അസസ്മെൻറ്റുകൾ നടന്നിട്ടുണ്ടാകാം. 153Aയും 153Cയും രണ്ട് സെർച്ച് അസസ്മെൻറ്റുകളെ പറ്റിയാണ്, തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ഇത്തരം അസസ്മെൻറ്റുകൾ ഓൾറെഡി നടന്നിട്ടുണ്ടെങ്കിൽ ആ നടന്ന അസസ്മെൻറ്റ് പ്രകാരം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഇൻകം അതും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അതുപോലെ ടോട്ടൽ ഇൻകം ഓഫ് ബ്ലോക്ക് പീരീഡ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം ഡിക്ലെയർഡ് ഇൻ ദി റിട്ടേൺ ഓഫ് ഇൻകം ഫയൽഡ് അണ്ടർ 139 ഓർ ഇൻ റെസ്പോൺസ് ടു നോട്ടീസ് അണ്ടർ 142, 148 ആൻഡ് നോട്ട് കവേർഡ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നമ്മളായിട്ട് സ്വയമേ റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്ന വരുമാനം അതിൻ്റെ ടോട്ടൽ. യെസ്. Then total income determined where the previous year has not ended on the basis of entry relating to such income or transaction recorded in the books of accounts and other document maintained in the normal course on or before the last day of the authorization. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1 ഏപ്രിൽ മുതൽ നമ്മുടെ കറണ്ട് ഇയറിലെ 1 ഏപ്രിൽ മുതൽ അല്ലേ, 1 ഏപ്രിൽ മുതൽ സെർച്ച് അവസാനിച്ച പീരീഡ് ഉണ്ടല്ലോ അതുവരെയുള്ള, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 1 ഏപ്രിൽ മുതൽ 1 മെയ് വരെയുള്ള 31 ദിവസത്തെ നമ്മുടെ വരുമാനം അതും. അതുപോലെ തന്നെ ലാസ്റ്റ്, ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ഡിറ്റർമൈൻഡ് ബൈ അസസിംഗ് ഓഫീസർ. പിന്നീട് നമ്മൾ മറച്ചു വച്ചു എന്ന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ ഫിഗർ. സോ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്തെടുത്ത ഫിഗറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടോട്ടൽ ഇൻകം ഓഫ് ബ്ലോക്ക് പീരീഡ്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിൽ പല ഇൻകം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരുന്നുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി ഡിസ്ക്ലോസ് ചെയ്യുന്ന 158BCക്കകത്ത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന വരുമാനം ഉണ്ടല്ലോ, ആ വരുമാനത്തിനകത്ത് ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വരുമാനം ഓൾറെഡി 158BCക്കകത്ത് വന്നിരിക്കാം, ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാം അതിനകത്ത് ഓൾറെഡി വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം വരുമാനത്തിന് നമ്മൾ 60% കൊടുക്കേണ്ടി വരില്ല. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ആഗ്രിഗേറ്റ് ഇൻകം എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് പല കാര്യങ്ങളും എന്ത് ചെയ്യും, പിന്നീട് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന തുകയുടെ മേളിൽ മാത്രമേ ഏത് അപ്ലൈ ചെയ്യത്തുള്ളൂ, ഈ 60% എന്ന് പറയുന്ന സംഭവം അപ്ലൈ ചെയ്തുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, റേറ്റ് ഓഫ് ടാക്സ് പ്രൊവൈഡഡ് അണ്ടർ 113 ഷാൽ ബി ചാർജ്. ഈ 113 പറഞ്ഞിരിക്കുന്ന 60% അപ്ലൈ ചെയ്യുന്ന ഏത് എമൗണ്ടിൻ്റെ മേളിലാണ്, ടോട്ടൽ ഇൻകം ഡിറ്റർമൈൻഡ് ഇൻ ദി മാനർ സ്പെസിഫൈഡ് ഇൻ ദ ഫസ്റ്റ് പാര. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു തുകയിൽ നിന്ന് റെഡ്യൂസ്ഡ് ബൈ, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എമൗണ്ട് കുറയ്ക്കുന്നു. എന്താണ് ടോട്ടൽ ഇൻകം റെഫേർഡ് ഇൻ 2, 3 and 4 ഓഫ് ദി സെറ്റ് പാര. 2, 3 and 4 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, 2, 3, 4 ഇത് മൂന്നും കുറച്ചിട്ട് മിച്ചം വരുന്ന തുക, അതായത് 1ഉം 5ൻ്റെ മേളിലാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന 60% നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യും. അപ്പോൾ ഒരു ചോദ്യം, എന്താണ് ഈ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം? അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദ്യോഗസ്ഥൻ വന്നിട്ട് നമ്മുടെ പ്രൊമൈസിലേക്ക് പെട്ടെന്ന് കയറി വന്നപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ക്യാഷ്യറുടെ സ്ഥലത്തൊന്ന് തുറന്നു നോക്കി, അപ്പോൾ അതിനകത്ത് 50 ലക്ഷം രൂപ ഇരിക്കുകയാണ്. പക്ഷേ ഈ 50 ലക്ഷം രൂപ നമ്മുടെ പുസ്തകത്തിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. സോ അതൊരു അൺഡിസ്ക്ലോസ്ഡ് ഇൻകമായിട്ട് അവർ കണക്കാക്കും. ഇത് ഒരിടത്തും റെക്കോർഡ് ചെയ്ത് ഒരു 50 ലക്ഷം രൂപ അവർക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടി. പിന്നെ അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പരിശോധിച്ചപ്പോൾ എന്താണ്, സ്റ്റോക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ കണക്കിൽപ്പെടാത്ത ഒരുപാട് സ്റ്റോക്ക് അവിടെ ഇരിക്കും. ഇപ്പോൾ ജ്വല്ലറിയിലാണ് വന്നത്, ഇഷ്ടംപോലെ സ്വർണം, കണക്കിൽപ്പെടാത്ത സ്വർണം അവിടെ ഇരിക്കുകയാണ്. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വാല്യൂ ആഡ് ചെയ്തെടുക്കുന്നതാണ് എന്ത്, അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്ന് പറയുന്നത്. സോ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ വരാം, അതിനകത്ത് പണം വരാം, ബുള്ളിയനോ ജ്വല്ലറിയോ വരാം, അല്ലെങ്കിൽ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ വരാം, ഓർ എനി എക്സ്പെൻഡിച്ചർ ഓർ എനി ഇൻകം ബേസ്ഡ് ഓൺ എനി എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ അതർ ഡോക്യുമെന്റ് ഓർ ട്രാൻസാക്ഷൻ വെയർ സച്ച് മണി, ബുള്ളിയൻ, ജ്വല്ലറി ഓർ വാല്യുബിൾ ആർട്ടിക്കിൾ തിങ് എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ അതർ ഡോക്യുമെന്റ് ഓർ ട്രാൻസാക്ഷൻ റെപ്രസെന്റ്സ് wholly or partly income or property which has not been or would not have been disclosed for the purpose of income tax. നമ്മളത് പുറത്ത് പറയാതിരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റും, ഇൻകമായിട്ട് കണക്കാക്കാനായിട്ട്. അത് ഇതിനെല്ലാത്തിനെയും കൂടെ ചേർത്താണ് എന്തെന്ന് പറയുന്നത്, അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്ന് പറയുന്നു. പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു കാര്യം, where the disclosed income or the income disclosed in respect of any previous year comprising of the block period is a loss, it shall be ignored.
നമ്മളിപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ലോസ് ആണ് നമ്മൾ അതിനകത്ത് കാണിച്ചെങ്കിൽ ലോസ് എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. ആ ലോസ് നമ്മുടെ കണ്ടെത്തിയ ഇൻകവുമായിട്ട് എന്ത് ചെയ്യത്തില്ല? അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതോടെ പറയുന്നത് നോ സെറ്റ് ഓഫ് ലോസസ്. ഫോർ ദ പർപ്പസ് ഓഫ് അസസ്മെന്റ്, ലോസസ് ബ്രോട്ട് ഫോർവേഡ് ഫ്രം ദ പ്രീവിയസ് ഇയർ or unabsorbed depreciation shall not be set off against undisclosed income determined in the block assessment under this chapter, but may be carried forward for being set off in the previous year subsequent to the assessment year in which block period ends, for the remaining period taking into account the block period and such assessment year and in accordance with the provisions of this act. സോ നമുക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അത് ഈ അൺഡിസ്ക്ലോസ്ഡ് ഇൻകവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ ലോസ് നിങ്ങൾക്ക് അടുത്ത വർഷങ്ങളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള അർഹതയുണ്ട്. അതിനുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്കറിയാമല്ലോ, ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിന്, സെറ്റ് ഓഫ് ചെയ്യുന്നതിനൊക്കെ. അത് നിങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോസ് നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ കണ്ടെത്തിയ അൺഡിസ്ക്ലോസ്ഡ് ഇൻകവുമായിട്ട് നിങ്ങളുടെ ലോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇനി പ്രൊസീജിയർ ഫോർ ബ്ലോക്ക് അസസ്മെന്റ് സെക്ഷൻ 158BC ആണ്. എങ്ങനെയാണ് ഇതിന്റെ അസസ്മെന്റ് നടക്കുന്നത്? ഒന്നാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സെർച്ചോ റെക്യൂസിഷനോ നടന്നിട്ടുണ്ടെങ്കിൽ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദി അസസിംഗ് ഓഫീസർ ഷാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റിക്വയർ ദി അസസി, റിക്വയറിംഗ് ഹിം എന്ന് പറഞ്ഞാൽ റിക്വയർ ദി അസസി ടു ഫർണിഷ് വിത്തിൻ സച്ച് പീരീഡ് നോട്ട് എക്സീഡിങ് എ പീരീഡ് ഓഫ് 60 days as may be specified in the notice. ഒരു നോട്ടീസ് ഇഷ്യൂ, ഈ അസസിംഗ് ഓഫീസർ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ഷാൽ ഇഷ്യൂ എ നോട്ടീസ്. എന്ത് നോട്ടീസാണ്? റിക്വയറിംഗ്, അയാളോട് ആവശ്യപ്പെടും. ടു ഫർണിഷ് വിത്തിൻ സച്ച് പീരീഡ് നോട്ട് എക്സീഡിങ് എ പീരീഡ് ഓഫ് 60 days. 60 ദിവസത്തിൽ കൂടാതെ സമയത്ത് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറയും. എ റിട്ടേൺ ഇൻ ദ ഫോം ആൻഡ് വെരിഫൈഡ് ഇൻ ദ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. Yes, setting forth his total income including the undisclosed income for the block period. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസിംഗ് ഓഫീസർ ഒരു നോട്ടീസ് അയക്കും. നോട്ടീസിനകത്ത് പറയും നോട്ടീസ് കൈപ്പറ്റി 60 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഈ കഴിഞ്ഞ ബ്ലോക്ക് പീരീഡിലേക്കുള്ള റിട്ടേൺ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻകം എല്ലാം കാണിച്ചുകൊണ്ട് ബ്ലോക്ക് പീരീഡിലേക്കുള്ള റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്യണം. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ അസസിംഗ് ഓഫീസർ പാലിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദ അസസിംഗ് ഓഫീസർ ബിഫോർ ഇഷ്യൂവൻസ് ഓഫ് ദി നോട്ടീസ് ഷാൽ ടേക്ക് എ പ്രയർ അപ്രൂവൽ, മുൻകൂർ അനുമതി എടുത്തിരിക്കും. ആരിൽ നിന്ന്? അഡീഷണൽ കമ്മീഷണർ ഓർ അഡീഷണൽ ഡയറക്ടർ ഓർ ജോയിന്റ് കമ്മീഷണർ ഓർ ജോയിന്റ് ഡയറക്ടർ ആസ് ദി കേസ് മേ ബി. ഈ പറയുന്ന അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥരിൽ നിന്ന്, അതൊക്കെ മേലുദ്യോഗസ്ഥരായിരിക്കാൻ അഡീഷണൽ കമ്മീഷണർ, അഡീഷണൽ ഡയറക്ടർ ഒരേ റാങ്കിലുള്ള ആൾക്കാർ തന്നെയാണ്, ഒരേ റാങ്ക് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ജോയിന്റ് കമ്മീഷണർ അല്ലെങ്കിൽ ജോയിന്റ് ഡയറക്ടറിൽ നിന്ന് അനുവാദം മേടിച്ചിട്ടേ നോട്ടീസ് അയക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഫയൽ ചെയ്യുന്ന റിട്ടേൺ ഉണ്ടല്ലോ, ഇതിന് ഈ നോട്ടീസ് കൈപ്പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? വി വിൽ ഫയൽ റിട്ടേൺ ആസ് പെർ സെക്ഷൻ 158BC. ഇത്തരത്തിൽ ഫയൽ ചെയ്യുന്ന റിട്ടേണുകളെ സച്ച് റിട്ടേൺ ഷാൽ ബി കൺസിഡേർഡ് as if it was a return furnished under 139. ഇത് 139 എന്ന സെക്ഷൻ പ്രകാരം ഫയൽ ചെയ്ത റിട്ടേൺ ആയിട്ടാണ് എന്ത് ചെയ്യുക? കണക്കാക്കുക. ആൻഡ് നോട്ടീസ് അണ്ടർ സെക്ഷൻ 143(2) that is notice for scrutiny assessment shall thereafter be issued. സോ 139 പ്രകാരമുള്ള നോട്ടീസ് ആയിട്ടാണ്, റിട്ടേൺ ആയിട്ടാണ് എന്ത് ചെയ്യും? കണക്കാക്കും. അതുപോലെ തന്നെ നോട്ടീസ് അണ്ടർ 143(2). യെസ്. പ്രൊവിഷൻസ് ഓഫ് 143(1) shall not be applicable. ഇത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ പറയുന്ന സംഭവം പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂട്ടിനി റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്ക്രൂട്ടിനി അസസ്മെന്റ് ഭാഗമായിട്ട് they will issue 143(2) നോട്ടീസ് ആൻഡ് shall thereafter be issued. പ്രൊവിഷൻസ് ഓഫ് 1 ഈ പറയുന്ന റിട്ടേണിന് ഈ ഇൻറ്റിമേഷൻ പരിപാടിയൊന്നും ഉണ്ടാവില്ല. സാധാരണ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 143(1) പ്രകാരം നമുക്കൊരു ഇൻറ്റിമേഷൻ ലഭിക്കാറുണ്ട്. ഇവിടെ ആ ഇൻറ്റിമേഷൻ്റെ പരിപാടിയൊന്നും ഇല്ല. Then, however, any return of income required to be furnished by an assessee under this section and furnished beyond the period allowed in the notice shall not be deemed to be a return under section 139. അപ്പോൾ 139 റിട്ടേൺ ആയിട്ട് പരിഗണിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മാത്രമല്ല, 139 ഫയൽ ചെയ്ത് റിട്ടേൺ ആയിട്ട് കണക്കാക്കിയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ മേളിൽ ഇൻട്രസ്റ്റ് ഒക്കെ, ഒരു ഇൻട്രസ്റ്റിനെ പറ്റി താഴേക്ക് വരുന്നുണ്ട്, പെനാൽറ്റി ഇമ്പോസ് ചെയ്യപ്പെടാം. ദെൻ no notice under section 148 is required to be issued for the purpose of proceeding under this chapter.
ഈ 148-നകത്ത് വരുന്ന നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് നടത്താനുള്ള നോട്ടീസാണ്. ആ നോട്ടീസ് ഇവിടെ ഇഷ്യൂ ചെയ്യത്തില്ല. കാരണം മുമ്പ് അങ്ങനെ ആയിരുന്നു, സെർച്ച് അസസ്മെൻറ്റ് നടത്താൻ വേണ്ടി 148 നോട്ടീസ് അയക്കുമായിരുന്നു. ഇപ്പം അതില്ല എന്നുള്ളതാണ്. ദെൻ എ പേഴ്സൺ ഹു ഹാസ് ഫർണിഷ് എ റിട്ടേൺ അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു ഫർണിഷ് എ റിവൈസ് റിട്ടേൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇത് നമുക്ക് എക്സാമിനേഷൻ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്ന ചോദ്യമാണ്. സെർച്ച് അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വന്ന നോട്ടീസിന് ബദലായിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ റിട്ടേണിന് നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അതിൻ്റെ ഉത്തരം കഴിയില്ല എന്നാണ്. യു കനോട്ട് റിവൈസ് ദി റിട്ടേൺ വൺസ് ഫൈൽഡ്. The nursing officer shall proceed to determine the total income including undisclosed income of the block period in the manner laid down in 158 BP നമ്മൾ നേരത്തെ കണ്ടു. And the provisions of 142, 143(2), 143(3), 144, 45, 45, 45B shall so far as may be apply. Yes, 142 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ കയ്യിൽ നിന്ന് ഇൻക്വയറി നടത്തി വിവരങ്ങൾ ഇൻക്വയറിയിലൂടെ നേടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെക്ഷനാണ് 142. 143(2) നമ്മൾ നേരത്തെ കണ്ടു, നമുക്ക് നോട്ടീസ് അയക്കുന്നു. 143(3) സ്ക്രൂട്ടിനി അസസ്മെൻറ്റ് നടത്തുന്നു. 144 നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. 145, 145A, 145B ഈ പറയുന്ന സെക്ഷനൊക്കെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെയും രീതികളെ പറ്റിയൊക്കെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ക്യാഷ് ബേസ് അക്രൂവൽ സിസ്റ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഇതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. യെസ്, ദി അസസിംഗ് ഓഫീസർ ഓൺ ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ദ ബ്ലോക്ക് പീരീഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ചാപ്റ്റർ വൺസ് അത് നമ്മുടെ ഇൻകം എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഷാൽ പാസ് ആൻ ഓർഡർ ഓഫ് അസസ്മെൻറ്റ് ഓർ റീ അസസ്മെൻറ്റ് ആൻഡ് ഡിറ്റർമൈൻ ദി ടാക്സ് പേയബിൾ ബൈ ഹിം ഓൺ ദ ബേസ് ഓഫ് അസസ്മെൻറ്റ് ഓർ റീ അസസ്മെൻറ്റ്. Provisions of 144C shall not apply in respect to such order. 144C ഇവിടെ ആപ്ലിക്കബിൾ അല്ല. അതായത് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പാനൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പാനലിലേക്ക് പോകാൻ പറ്റുന്നതിനെ പറ്റിയാണ് 144Cയിൽ പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഒരു അസസ്മെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 144C നമുക്ക് യൂസ് ചെയ്യാം. അതിവിടെ ബാധകമല്ല. യെസ്, അത് 158BDയുടെ ഒരു റെഫറൻസ് വരുന്നുണ്ട്. 158BD എന്താണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഈ പോയിന്റിലേക്ക് വരാം. സോ പറഞ്ഞു വരുന്നത്, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഇതുവരെ 1/9/2024 ശേഷം നടക്കുന്ന സെർച്ചുകൾക്കാണ് ഈ ബ്ലോക്ക് അസസ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് മുന്നേ നടന്നിരിക്കുന്ന സെർച്ചുകൾക്കോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ റെക്യൂസിഷൻ 132 132Aക്കോ ഈ പറയുന്ന ബ്ലോക്ക് അസസ്മെൻറ്റ് ബാധകമല്ല. ഈ ബ്ലോക്ക് അസസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെർച്ച് നടന്നിരിക്കുന്ന വർഷത്തിന് തൊട്ട് മുന്നേ ഉള്ള 6 വർഷത്തെ അസസ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ബ്ലോക്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ബ്ലോക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ സെർച്ച് നടന്ന പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ ഉള്ള 6 വർഷവും പിന്നെ സെർച്ച് നടന്ന പ്രീവിയസ് ഇയറിൽ തന്നെ 1 ഏപ്രിൽ മുതൽ സെർച്ച് കഴിഞ്ഞത് വരെയുള്ള പീരീഡ് ഉണ്ടല്ലോ, ആ പീരീഡ് വരെ. അതുപോലെ തന്നെ 1 ഏപ്രിൽ മുതൽ നമ്മുടെ ബുക്സ് ആവശ്യപ്പെട്ട പീരീഡ്, ബുക്സ് നമ്മൾ ആവശ്യപ്പെട്ട് നമ്മൾ കൊടുത്തല്ലോ, അവർക്ക് കിട്ടുമല്ലോ, അതുവരെയുള്ള പീരീഡ്. ഇത്രയും പീരീഡിലേക്കാണ് നമ്മൾ എന്തെന്ന് പറയുക, ബ്ലോക്ക് പീരീഡ് എന്ന് പറയുക. ബ്ലോക്ക് പീരീഡിലേക്കുള്ള അസസ്മെൻ്റ് ആണ് നടത്തുന്നത്. ഈ ബ്ലോക്ക് പീരീഡിലേക്ക് അവർ കണ്ടെത്തുന്ന ഇൻകത്തിൻ്റെ മേളിൽ നമ്മൾ 60% ബ്ലോക്ക് സെർച്ചിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തുന്ന ടോട്ടൽ ഇൻകത്തിൻ്റെ മേളിൽ നമ്മൾ 60% ടാക്സ് അടയ്ക്കണം. അത് നമ്മളായിട്ട് ഡിസ്ക്ലോസ് ചെയ്തും അവരായിട്ട് കണ്ടെത്തി അൺഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള വരുമാനം എല്ലാത്തിനും കൂടെ ചേർത്ത് മൊത്തം വരുമാനത്തിൻ്റെ 60%. ഈ പറയുന്ന മുൻ വർഷങ്ങളിൽ എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന അൺഡിസ്ക്ലോസ്ഡ് ഇൻകവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നതുകൂടി അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇതാണ് ബ്ലോക്ക് അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. പിന്നെ ഇതിൻ്റെ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു നോട്ടീസ് അയക്കും. 158BC പ്രകാരം നമുക്കൊരു നോട്ടീസ് അയക്കും. ആ നോട്ടീസിനകത്ത് 60 ദിവസത്തിനുള്ളിൽ നമ്മളോട് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ 6 വർഷത്തെ റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യണം, സമർപ്പിക്കണം. ആ റിട്ടേണിനകത്ത് നമ്മുടെ ഇൻകം എല്ലാം കാണിച്ചുകൊണ്ട് വി നീഡ് ടു ഫയൽ ദി റിട്ടേൺ. വൺസ് അവർ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞത്, നമുക്ക് അസസ്മെൻറ്റ് നടത്തുകയും നമ്മളെ ഒരു ഓർഡർ വഴി നമ്മൾ അസസ്മെൻറ്റ് ഓർഡർ പുറപ്പെടുവിക്കുകയും അതിനകത്ത് നമുക്ക് എത്ര ടാക്സ് അടയ്ക്കണമെന്നുള്ള കാര്യം പറയുകയും ചെയ്യും. മറ്റൊന്ന്, അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ഓഫ് എനി അതർ പേഴ്സൺ.
ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് 158BD. അതുകൂടി നോക്കിയോ. അതായത് where the assessing officer is satisfied that any undisclosed income belongs to or pertains to or relates to any person other than the person with respect to whom search was made under 132 or whose books of accounts or other document or any assets were requisitioned under 132A. അതായത് സെർച്ച് നടത്തിയപ്പോൾ അസസിംഗ് ഓഫീസർക്ക് മനസ്സിലായി ശരിക്കും കള്ളപ്പണമുണ്ട്, പക്ഷേ ശരിക്കും വില്ലൻ ഇവനല്ല, വില്ലൻ വേറെയാണ്, വില്ലൻ കർട്ടൻ്റെ ബാക്കിലാണ്. ഇവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബിനാമി പോലെയോ അല്ലെങ്കിൽ ശരിക്കും ഇവൻ്റെ വരുമാനമല്ല ഇതൊന്നും, ഇവൻ്റെ പേരിലാണെന്നേ ഉള്ളൂ. ശരിക്കും ദിസ് ഇൻകം ബിലോങ്സ് ടു, കണ്ടോ, ശരിക്കും ഈ ഇൻകം ബിലോങ്സ് ടു ഓർ പെർറ്റെയിൻസ് ടു ഓർ റിലേറ്റ്സ് ടു എനി പേഴ്സൺ അതർ ദാൻ ദി പേഴ്സൺ വിത്ത് റെസ്പെക്ട് ടു ഹൂം സെർച്ച് വാസ് മെയ്ഡ്. സെർച്ച് നടത്തിയ ആളുടെ വരുമാനമല്ല. ഇപ്പം ഇത് കണ്ടെത്തിയ വരുമാനം എന്ന് പറഞ്ഞാൽ ശരിക്കും സെർച്ച് നടത്തിയ വരുമാനമല്ല, സെർച്ച് നടത്തിയ വ്യക്തിയുടെ വരുമാനമല്ല, അത് മറ്റൊരാളുടെ വരുമാനമാണെങ്കിൽ ദെൻ എനി മണി, ബുള്ളിയൻ, ജ്വല്ലറി ഓർ അതർ വാല്യൂബിൾ ആർട്ടിക്കിൾ ഓർ തിങ് ഓർ അസറ്റ്സ് ഓർ എക്സ്പെൻഡിച്ചർ ഓർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ അതർ ഡോക്യുമെന്റ് ഓർ എനി ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് therein or seized or requisition shall be handed over. അപ്പോൾ ഇവർ കണ്ടെത്തിയ വിവരങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. shall be handed over to the assessing officer having jurisdiction over such other person and that assessing officer shall proceed under 158BC against such other person and provisions of this chapter shall apply accordingly എന്ന് പറഞ്ഞു. അപ്പോൾ അത് മറ്റൊരാളുടേതാണ് എന്നുള്ളത് കണ്ടെത്തിയല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വിവരം ആ വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ വ്യക്തിയുടെ ജൂറിസ്ഡിക്ഷണൽ ഓഫീസർക്ക് കൈമാറുന്നിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ കീഴിലുള്ള ആ വ്യക്തിക്കാണ്, അവൻ്റെ വരുമാനമാണിത്, സോ അവനെ നിങ്ങൾ എന്ത് ചെയ്യണം, അസസ് ചെയ്യണമെന്ന് പറയും. ഇതാണ് ഏത് സെക്ഷൻ പറഞ്ഞിരിക്കുന്നത്, 158BD. സോ നമുക്കിത് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനിൽ പെട്ട ഒന്നാണ് 158BD. ഇനി ഈ പറയുന്ന അസസ്മെൻറ്റുകൾ നമ്മൾ പൂർത്തിയാക്കാനുള്ള സമയം എത്ര നാളാണ്? ഇത് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് CMA ഫൈനലിലൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, CAലും ചോദിക്കാവുന്നതാണ്. ടൈം ലിമിറ്റ് ഫോർ കംപ്ലീഷൻ ഓഫ് ബ്ലോക്ക് അസസ്മെൻറ്റ്. ഈ ബ്ലോക്ക് അസസ്മെൻറ്റ് നമ്മൾ പൂർത്തിയാക്കേണ്ട സമയപരിധി എപ്പോഴാണ്? ദ ഓർഡർ അണ്ടർ സെക്ഷൻ 158BC shall be passed within 12 months from the end of the month in which last of the authorization for search under 132 or requisition 132A was executed or made as the case may be. അപ്പോൾ 12 മാസമാണ് നമുക്ക് സമയം തന്നിട്ടുള്ളത്, ഓഫീസർക്ക് സമയമുള്ളത്. വിത്തിൻ 12 മാസത്തിനുള്ളിൽ, വിത്തിൻ 12 months from the end of the month in which last of the authorization for search was executed. യെസ്, അപ്പോൾ നമുക്ക് സെർച്ച് നടത്താനുള്ള ഓതറൈസേഷൻ കിട്ടി 12 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ഈ പറയുന്ന however in a case, പക്ഷേ ഈ സെർച്ചിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നമ്മൾ ആദ്യം പറഞ്ഞ ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ ഒരു ഏരിയ പറഞ്ഞല്ലോ. സെർച്ച് നടത്തിയപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തിയ രേഖകൾ അസസിംഗ് ഓഫീസർക്ക് കിട്ടി. ആ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ്റെ വിവരങ്ങൾ പക്ഷേ അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസറുടെ സപ്പോർട്ട് വേണം. സോ ഈ മാറ്റർ നമ്മൾ കൂടുതൽ ആംസ് ലെങ്ത് പ്രൈസ് ഡിറ്റർമിനേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസർക്ക് കൈമാറുകയാണെന്നുണ്ടെങ്കിൽ ഈ 12 മാസം എന്നുള്ളത് ഒരു 12 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഷാൽ ബി എക്സ്റ്റെൻഡഡ് ബൈ 12 months. സോ എനി റെഫറൻസ് അണ്ടർ 92CA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ട്രാൻസ്ഫർ പ്രൈസിങ് ഓഫീസറുടെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ കമ്പ്യൂട്ടിംഗ് ദ പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ, ആ ഒരു ലിമിറ്റഡ് പീരീഡ് ഉണ്ടല്ലോ, നമ്മൾ ആ 12 മാസം അല്ലെങ്കിൽ 12, 24 മാസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദ പീരിയഡ് നോട്ട് എക്സീഡിങ് 180 days commencing from the date on which search is initiated or a requisition is made and ending on the date on which books of accounts or other document or money or bullion or jewelry or other valuable article or thing seized or requisitioned as the case may be are handed over to the assessing officer having jurisdiction over the assessee in whose case such search is initiated shall be excluded. അതായത് നമ്മൾ ഈ പറയുന്ന 12 മാസത്തിൽ നിന്ന് ഈ പറയുന്ന കണ്ടെത്തിയ വിവരങ്ങൾ അസസിംഗ് ഓഫീസർക്ക് കൈമാറുന്ന സെർച്ച് അവസാനിപ്പിച്ച് ഇത് കൊടുക്കുന്ന ഉടനെ തന്നെ അസസിംഗ് ഓഫീസറുടെ കയ്യിലേക്ക് കിട്ടത്തില്ല. സോ ആ ഒരു
അസിംഗ് ഓഫീസർക്ക് കിട്ടുന്ന ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, അത്രയും പീരീഡ് ആ 12 മാസത്തിൽ നിന്ന് അല്ലെങ്കിൽ 24 മാസത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഹൗവർ ആഫ്റ്റർ എക്സ്ക്ലൂഷൻ, ഇത്രയും പീരീഡ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 12 മാസം എന്ന് പറഞ്ഞാൽ വിത്തിൻ 12 months ഫ്രം ദി എൻഡ് ഓഫ് ദി മന്ത് ഇൻ വിച്ച് ലാസ്റ്റ് ഓഫ് ദ ഓതറൈസേഷൻ ഫോർ സെർച്ച്. സെർച്ചിൻ്റെ ഓതറൈസേഷൻ കിട്ടിയ മാസത്തിൻ്റെ അവസാനം, സെർച്ചിൻ്റെ ഓതറൈസേഷൻ കിട്ടിയത് ഇപ്പോൾ March 31. ഇപ്പം മാർച്ച് മാസത്തിലാണ്, March 15 സെർച്ചിൻ്റെ ഓതറൈസേഷൻ കിട്ടിയത്. അപ്പം മാർച്ചിൻ്റെ എൻഡ് എന്ന് പറയുമ്പോൾ March 31 മുതലാണ് നമ്മൾ ഈ 12 മാസം എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പീരീഡ്, ഒരു മാക്സിമം 180 days വരെ, അത്രയൊന്നും പോയില്ലായിരിക്കും, അത്രയും പീരീഡ് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പീരീഡ് എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ഒരു 20 ദിവസം എക്സ്ക്ലൂഡ് ചെയ്യണം. അപ്പോൾ അടുത്ത 12 മാസം എന്ന് പറയുന്നതിനകത്ത് നമ്മളൊരു 20 ദിവസം എക്സ്ക്ലൂഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും March 31 നിന്ന് 12 മാസം എന്ന് പറഞ്ഞാൽ അടുത്ത March 31. അപ്പോൾ 20 ദിവസം എക്സ്ക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 20 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യും. അത് എന്ന് പറയുമ്പോൾ അത് ഏതിലേക്ക് പോകും, April 20 പോകും. അപ്പോൾ സെർച്ച് തീരാനുള്ള പീരീഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ സെർച്ചിന് ഓതറൈസേഷൻ കിട്ടിയത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു March 15. ഈ 12 മാസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്ന് മുതലാണ്, March 31 മുതലാണ് 12 മാസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായത് അടുത്ത March 31 വരെ അല്ലേ, March 31, 31st March. അപ്പോൾ ഇതിനിടയിൽ നമ്മളൊരു 20 ദിവസം എക്സ്ക്ലൂഡ് ചെയ്തെന്ന് വെച്ചു, 20 ദിവസം നമ്മൾ മാറ്റി വെച്ചു. അങ്ങനെ വരുമ്പോൾ ഈ 31st March എന്നുള്ളത് ഏതായിട്ട് മാറും, 20th April ആയിട്ട് മാറും. ശരിയല്ലേ, 20th April ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഏതുവരെ ഉണ്ട്, 20th April വരെ ഉണ്ട്. ദെൻ ഹൗവർ ഇവിടെ പറയണം, ആഫ്റ്റർ എക്സ്ക്ലൂഷൻ ഓഫ് ദി എഫർസറി പീരീഡ്, ഈ പീരീഡ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ, ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഫോർ മേക്കിംഗ് ആൻ ഓർഡർ ഓഫ് അസസ്മെന്റ് ഓർ റീ അസസ്മെന്റ് ആസ് എ കേസ് മേ ബി എക്സ്പയേഴ്സ് ബിഫോർ ദ എൻഡ് ഓഫ് എ മന്ത്. സോ ആ പീരീഡ് അപ്പോൾ എപ്പോൾ അവസാനിക്കുകയാണ്, ഒരു മാസത്തിൻ്റെ അവസാനത്തിന് മുന്നേ ആ പീരീഡ് അവസാനിക്കുകയാണ്. ഇവിടെ നോക്കിയേ, പെർഫെക്റ്റ് എക്സാമ്പിളാണ്. 20th April നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്, അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 20th April. ആ 20th April എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിൻ്റെ അവസാനത്തിന് മുന്നേ ആണ്. അതിന് എക്സ്പയേഴ്സ് ബിഫോർ ദ എൻഡ് ഓഫ് എ മന്ത്. അങ്ങനെയാണെങ്കിൽ സച്ച് പീരീഡ് ഷാൽ ബി എക്സ്ക്ലൂഡഡ് ടു ദ എൻഡ് ഓഫ് ദി എക്സ്റ്റെൻഡഡ് ടു ദി എൻഡ് ഓഫ് ദി മന്ത് എന്ന് പറയുമ്പോൾ അത് ആ പീരീഡ് ആ മാസത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിക്കാം എന്ന് പറയുമ്പോൾ, ഇവിടെ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 20th April ആണ്. പക്ഷെ അത് നമുക്ക് ഏതുവരെ അനുവദിച്ച് കിട്ടും, 30th April വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ്. സോ അതാണ് ആ പറഞ്ഞ പോയിന്റ്. ഇനി നമ്മൾ നേരത്തെ 158 നമ്മുടെ സെർച്ച് നടത്തിയപ്പോഴാണ് യഥാർത്ഥ വില്ലനെ കണ്ടെത്തിയത്. സോ അവൻ്റെ അസസ്മെൻറ്റ് നടത്തണമല്ലോ. യെസ്, അവൻ്റെ അസസ്മെൻറ്റ് എത്ര നാൾക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷാൽ ബി 12 months ഫ്രം ദ എൻഡ് ഓഫ് ദ മന്ത് ഇൻ വിച്ച് notice under section 158 BC in pursuance of 158 BD was issued to such other person. So അവൻ്റെ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതും 12 മാസം ഫ്രം ദി എൻഡ് ഓഫ് ദി മന്ത്. പക്ഷെ അത് ഏത് മാസമാണ്, അവന് 158 BCയുടെ നോട്ടീസ് കിട്ടിയതിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 12 മാസം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ 12 മാസം എന്ന് പറഞ്ഞാൽ എന്ന് മുതലായിരുന്നു വന്നത്, നമ്മളെ സംബന്ധിച്ച് 12 മാസം എന്ന് പറഞ്ഞാൽ 12 months ഫ്രം ദ എൻഡ് ഓഫ് ദ മന്ത് ഇൻ വിച്ച് ലാസ്റ്റ് ഓഫ് ദ ഓതറൈസ്. തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ, ലാസ്റ്റ് ഓഫ് ദി ഓതറൈസേഷൻ ഫോർ സെർച്ച് അതാണ് പറഞ്ഞത്. പക്ഷേ അവൻ്റെ കാര്യത്തിലുള്ള 158 BD പ്രകാരമുള്ള അസസ്മെൻറ്റ് നടക്കുമ്പോഴത്തേക്കും അവൻ്റെ 12 months എന്ന് പറഞ്ഞാൽ ഫ്രം ദി എൻഡ് ഓഫ് ദ മന്ത് ഇൻ വിച്ച് നോട്ടീസ് അണ്ടർ 158 BC ഇൻ പെർസ്വൻസ് ഓഫ് 158 BD വാസ് ഇഷ്യൂ. നമ്മുടെ ഓഫീസർ അവൻ്റെ ഓഫീസറെ അറിയിച്ച് അവന് 158 BC നോട്ടീസ് അയക്കത്തില്ലേ, 60 daysനുള്ളിൽ റിട്ടേൺ സമർപ്പിക്കണം. സോ ആ നോട്ടീസ് അയച്ചതിൻ്റെ അവിടെ നിന്ന് 12 മാസമാണ് അവന് ബാധകം ആവുക. ഇനി അവൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്, ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസറുടെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു 12 മാസവും കൂടി ഷാൽ ബി എക്സ്റ്റെൻഡഡ് ബൈ അനദർ 12 months. യെസ്, പിന്നെ ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അനാവശ്യം എന്നല്ല, നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വലിയ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട്.
ഇപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ 158 BD അതുപോലെ തന്നെ 158 BE ടൈം ലിമിറ്റ് ഫോർ കംപ്ലീഷൻ. ഇത് നമുക്ക് എക്സാമിനേഷൻ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ്. എത്ര നാൾക്കുള്ളിൽ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം, ആ പീരീഡിൽ നിന്ന് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സമയത്തെ പറ്റി നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സംഭവം 158 BF. certain interest and penalties not to be levied or imposed. ഇപ്പോൾ ചില പലിശയും പെനാൽറ്റിയും ഒന്നും എന്ത് ചെയ്യത്തില്ല, ഇമ്പോസ് ചെയ്യില്ല. ഏത് സാഹചര്യത്തിൽ? നോ ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234A, 234B, 234C or penalty under 270A shall be levied or imposed upon the assessee in respect of undisclosed income റീഅസസ്ഡ് ഫോർ ദി ബ്ലോക്ക് പീരീഡ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു അസസ്സിയുടെ മേളിൽ വരുന്ന ഇൻട്രസ്റ്റും പെനാൽറ്റി ഒക്കെയാണ് 234ABC, 270A പെനാൽറ്റി. ഇതൊന്നും തന്നെ ഈ ബ്ലോക്ക് അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയില്ല. ഇല്ല എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റും പെനാൽറ്റി ഇല്ലെന്നല്ല, അതിനുവേണ്ടി സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് പറയുന്നുണ്ട്. 158 BFA എന്ന് പറയുന്ന സെക്ഷനിൽ ലെവി ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റിയെ പറ്റി പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് 158 BC പ്രകാരം നോട്ടീസ് കിട്ടി. ഈ നോട്ടീസ് കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ആ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ള 60 ദിവസത്തിനുള്ള റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്തില്ല, റിട്ടേൺ ഫയൽ ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. എത്ര ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടി വരിക നോക്കൂ. സിമ്പിൾ ഇൻട്രസ്റ്റ്, സിമ്പിളാണ് പക്ഷെ നല്ല എമൗണ്ട് വരും. 1.5% ഓഫ് ദി ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം determined under 158 BC 1C for every month or part of the month comprised in the period commencing on the day immediately following the expiry of the time specified in the notice. നോട്ടീസ് പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് തൊട്ട് അടുത്ത ദിവസം മുതൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. 1.5% നമ്മൾ പെർ മന്ത് ഓർ പാർട്ട് ഓഫ് ദ മന്ത് ഇൻട്രസ്റ്റ് വരുന്നത്. ആൻഡ് എൻഡിങ് ഓൺ ദി ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് അസസ്മെന്റ്. യെസ്. അതുപോലെ തന്നെ അസസിംഗ് ഓഫീസർ ഓർ ദി കമ്മീഷണർ അപ്പീൽസ് ഇൻ ദ കോഴ്സ് ഓഫ് പ്രൊസീഡിംഗ് മേ ഡയറക്ട് ദി പേഴ്സൺ ഷാൽ പേ ബൈ വേ ഓഫ് പെനാൽറ്റി a sum which shall be equal to 50% of the tax or leviable in respect of the undisclosed income determined by the assessing officer. Yes. അതാണ് ആ ഒരു പെനാൽറ്റി നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. സോ അത് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചോദിക്കാവുന്ന ഒരു സംഭവമാണ് ഈ 158 BFA. അപ്പോൾ അത് നമ്മൾ നോക്കിയിരിക്കണം ആ ഒരു പോയിന്റ്. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇത് 158 BG ആണ്. അതോറിറ്റി കമ്പീറ്റന്റ് ടു മേക്ക് അസസ്മെന്റ് ഫോർ. ഇതിൽ ആരാണ് ഈ അസസ്മെന്റ് നടത്തുന്ന ഉദ്യോഗസ്ഥനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ദ ഓർഡർ ഓഫ് അസസ്മെന്റ് ഫോർ ബ്ലോക്ക് പീരീഡ് ഷാൽ ബി പാസ്ഡ് ബൈ ആൻ അസസിംഗ് ഓഫീസർ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് എ ഡെപ്യൂട്ടി കമ്മീഷണർ ഓർ ആൻ assistant commissioner, deputy director, assistant director as the case may be. However, no such order shall be passed without the previous approval of additional commissioner or the additional director, joint commissioner, joint director as the case may be in respect to search initiated, books of accounts or other document requisition. അപ്പോൾ അസസ്മെന്റ് നടത്തേണ്ട ഉദ്യോഗസ്ഥൻ ആരാണ് നമുക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ്. ആരാണ് അസസ്മെന്റ് നടത്താൻ അധികാരപ്പെട്ടത്? അത് ആര് തന്നെയാണ്? ഡെപ്യൂട്ടി കമ്മീഷണർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയാം. പക്ഷേ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുന്നേ അഡീഷണൽ കമ്മീഷണർ അല്ലെങ്കിൽ ജോയിന്റ് കമ്മീഷണർ അനുവാദം എടുത്തതിന് ശേഷം മാത്രമേ ആ ഉത്തരവ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, പുറപ്പെടുവിക്കാനായിട്ട് പാടുള്ളൂ. യെസ്.
ഓക്കെ, സോ 158BG മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ ആയിരുന്നു. സോ നമ്മൾ ഇതിൽ പഠിച്ച പ്രധാനപ്പെട്ട സെക്ഷനുകൾ, ഒരു കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ട് ഇതിനകത്ത്, നമുക്ക് നോക്കാം. ശരി, ഇതിലെ പ്രധാനപ്പെട്ട സെക്ഷനുകൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു പോവാം. നമ്മൾ ഡിസ്കസ് ചെയ്തു 158BA, ദെൻ ബ്ലോക്ക് പീരീഡിലേക്കുള്ള അസസ്മെൻ്റ് ആയിരിക്കും നടക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ്. ബ്ലോക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്ന് മുതൽ എന്ന് വരെയാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ് 158BAക്കകത്ത്. 158BB ബ്ലോക്ക് പീരീഡിലെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ 158BC അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് നോട്ടീസ് അയക്കുന്ന കാര്യം നമ്മൾ കണ്ടു. നോട്ടീസ് അയച്ചതിൻ്റെ എഫക്റ്റായിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളവിടെ പറഞ്ഞു. റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അനന്തര നടപടികൾ എന്താണെന്നുള്ള കാര്യം കണ്ടു. 158BD യഥാർത്ഥ വിലനെ കണ്ടെത്തുന്ന സെനാരിയോ നമ്മൾ കണ്ടു. അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം പീരീഡിനെ പറ്റി 158BEക്കകത്ത് നമ്മൾ കണ്ടു. പിന്നെ 158BF ഇൻട്രസ്റ്റും പെനാൽറ്റിയും ചുമത്തുന്നതിനെ പറ്റി പറയുന്നുണ്ട്. എത്രയാണ് ഇൻട്രസ്റ്റ് ചുമത്തുന്നത്, പെനാൽറ്റി എത്രയാണ് ചുമത്തുന്നത് എന്നുള്ളത് 158BFക്കകത്ത് നമ്മൾ കണ്ടു. ഇനി ഒരു കാര്യം കൂടി പറയാം, നമ്മൾ ഈ അതുപോലെ തന്നെ സെർച്ച് നടത്തി അസസ്മെന്റ് നടത്തേണ്ട ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളത് 158BGക്കകത്ത് നമ്മൾ കണ്ടു. ഇനി ഒരു പോയിന്റ്, സ്റ്റാറ്റസ് ഓഫ് ഏർലിയർ പ്രൊസീഡിങ്. അതായത് ഈ സെർച്ച് നടക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ പേരിൽ ഓൾറെഡി അസസ്മെന്റ്, വേറെ പല അസസ്മെന്റുകളും നമ്മുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ സെർച്ച് നടക്കുന്നതിന് മുന്നേ വേറൊരു സെർച്ച് നടക്കുകയും അതിൻ്റെ പേരിൽ അസസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയും ആകാം. അപ്പൊ അതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതാണ് സംഭവം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത് നോക്കേ, ദി അസസ്മെന്റ് ഓർ റീ അസസ്മെന്റ് ഓർ റീകമ്പ്യൂട്ടേഷൻ അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് അതർ ദാൻ ദിസ്. അപ്പൊ ഈ സെക്ഷൻ പ്രകാരമല്ല, ബ്ലോക്ക് അസസ്മെന്റ് അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അസസ്മെന്റോ റീ അസസ്മെന്റോ നിങ്ങളുടെ പേരിൽ നടക്കുന്നുണ്ടെങ്കിൽ pertaining to any assessment year falling in the block period, കഴിഞ്ഞ 6 വർഷത്തിലെ ഏതെങ്കിലും ഒരു വർഷത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അസസ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ, that is pending on the date of initiation of the search under section 132 or making of requisition under 132A. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് 2019 2020 മുതൽ 2024-25 വരെയാണ് ബ്ലോക്ക്. ഈ ബ്ലോക്കിൽപ്പെട്ട ഏതെങ്കിലും ഒരു വർഷത്തിലെ ഓൾറെഡി ഒരു അസസ്മെന്റ് ഇപ്പോൾ ഓൾറെഡി പെൻഡിങ്ങിലാണ്, കംപ്ലീറ്റ് ചെയ്യില്ല, അത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതാണ്. ഇത് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ഇറ്റ് ഷാൽ അബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ അസസ്മെന്റ് എന്ത് ചെയ്യും, നിർത്തിവെക്കും. അതിൻ്റെ സ്റ്റാറ്റസ് ഷാൽ ഡീംഡ് ടു ഹാവ് ബീൻ അബേറ്റഡ് ഓൺ ദ ഡേറ്റ് ഓഫ് ഇനിസിയേഷൻ ഓഫ് സെർച്ച് ഓർ മേക്കിംഗ് ഓഫ് ദി റെക്വസിഷൻ. അപ്പോൾ ആ അസസ്മെന്റ് പ്രൊസീജിയർ അവിടെ വെച്ച് നിൽക്കും. Where during the course of any pending proceeding, during the course of any pending proceeding for assessment or reassessment or recomputation, a reference to 92CA has been made or order under 92CA has been passed, such assessment or reassessment or recomputation along with such a reference as the case may be shall also abate. ഇപ്പോൾ ഇതിനു മുന്നേ എന്തെങ്കിലും ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർക്ക് ഇതിന് ഈ പറയുന്ന 6 വർഷത്തിൽ ഏതെങ്കിലും ഒരു വർഷത്തെ ആംസ് ലെങ്ത് പ്രൈസ് ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ട്രാൻസ്ഫർ പ്രൈസിംഗ് ഓഫീസർക്ക് റെഫറൻസ് നടത്തിയിട്ടുണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പെൻഡിങ്ങിൽ ഇരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഓർഡർ പാസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വെച്ചോ, അതെല്ലാം തന്നെ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, അബേറ്റ് ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞത്. അത് മുന്നിലേക്ക് പോകത്തില്ല. അത് ഷാൽ അബേറ്റ് ആൻഡ് ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ അബേറ്റഡ് ഓൺ ദി. അപ്പോൾ അതിന് വാല്യൂ ഇല്ലാതാകും. യെസ്, ഒന്നേന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, എല്ലാം വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യും. ദെൻ വേർ എനി അസസ്മെന്റ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് പെൻഡിങ്, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇതിനു മുന്നേ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെർച്ച് അസസ്മെന്റ് ആ വ്യക്തിക്ക് നടന്നിട്ടുണ്ട്, ആ ആസിയുടെ പേരിൽ ഒരു സെർച്ച് അസസ്മെന്റ് നടന്നിട്ടുണ്ട്. ആ സെർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള അസസ്മെന്റ് ആണ് ഇപ്പോൾ പെൻഡിങ്. അതാണ് വേർ എനി അസസ്മെന്റ് ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് പെൻഡിങ് ഇൻ ദ കേസ് ഓഫ് എൻ അസസി ഇൻ ഹൂസ് കേസ് എ സബ്സിക്വന്റ് സെർച്ച് ഈസ് ഇനിഷ്യേറ്റഡ്. അപ്പോൾ ആ ഓൾറെഡി സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൾറെഡി സെർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള അസസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അത് നടന്നുകൊണ്ടിരിക്കെ തന്നെ വീണ്ടും അയാളുടെ പേരിൽ ഒരു സെർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ
സച്ച് അസസ്മെന്റ് ഷാൽ ബി ഡ്യൂലി കംപ്ലീറ്റഡ്. അത് നിർത്തിവെക്കില്ല, അത് എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, ഡ്യൂലി കംപ്ലീറ്റഡ് and thereafter assessment in respect of such subsequent search or requisition shall made under the provisions of this chapter. അതിനുശേഷമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ അസസ്മെന്റ് നടക്കത്തുള്ളൂ. However, in a case where period of completing the assessment in respect of subsequent search is, however, in a case where the period of completing the assessment in respect of the subsequent search is less than 3 months, such period shall be extended to 3 months from the end of the month in which the assessment in respect of the earlier search was complete. അതായത് in a case where the period of completing the assessment in respect of subsequent search is less than 3 months, such period shall be extended to 3 months from the end of the month in which the assessment in respect of the earlier search was completed. അപ്പോൾ അതൊരു 3 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. So in a case where period of completing the assessment in respect of subsequent search is less than 3 months, such period shall be extended to 3 months from the end of the month in which the assessment in respect of earlier search was completed എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സെർച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന പീരീഡ് അവസാനിപ്പിക്കാൻ നമുക്കൊരു 3 മാസം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ സെർച്ചിനെതിരെ നമ്മളിപ്പോൾ അപ്പീലിന് നമുക്ക് അപ്പീൽ പോകാൻ പറ്റും. അങ്ങനെ അപ്പീലിന് പോയി ഈ നമുക്ക് എതിരെ നടന്ന സെർച്ചിൻ്റെ അസസ്മെന്റ് എല്ലാം കോടതി എന്ത് ചെയ്തു, തടഞ്ഞു വെച്ചു. നോക്കൂ, ഇഫ് എനി പ്രൊസീഡിംഗ് ഇനിഷ്യേറ്റഡ് അണ്ടർ ദിസ് ചാപ്റ്റർ or any order of assessment or reassessment made under 158 BC has been annulled in appeal or any other legal proceeding. നമുക്കെതിരെ നടന്ന സെർച്ച് എതിരെ നമ്മൾ അപ്പീലിന് പോയി, അല്ലെങ്കിൽ സെർച്ചിന്റെ അടിസ്ഥാനത്തിൽ വന്ന അസസ്മെന്റിനെതിരെ നമ്മൾ അപ്പീലിന് പോയി. ആ അപ്പീലിന്റെ അടിസ്ഥാനത്തിൽ ആ നടപടികളെല്ലാം തന്നെ അനൽഡ്, തൽക്കാലം നിർത്തിവെക്കപ്പെട്ടു, അല്ലെങ്കിൽ അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു. then അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, അസസ്മെന്റ് ഓർ റീഅസസ്മെന്റ് റിലേറ്റിംഗ് ടു എനി അസസ്മെന്റ് ഇയർ വിച്ച് ഹാസ് അബേറ്റഡ് എബവ് ഷാൽ റിവൈവ്. അതായത് നേരത്തെ അബേറ്റഡ് ആയി പോയ പല അസസ്മെന്റുകളുണ്ടല്ലോ, അത് പുനർജീവിക്കും എന്നുള്ളതാണ്. അത് വീണ്ടും തിരിച്ചു വരും. കാരണം ഈ ഒരു അസസ്മെന്റ് ഉള്ളത് കൊണ്ടാണല്ലോ പഴയ കാര്യങ്ങളെല്ലാം നിർത്തിവെച്ചത്. അതെല്ലാം തന്നെ എന്ത് ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞത്, ഷാൽ റിവൈവ് വിത്ത് എഫക്ട് ഫ്രം the date or receipt of the order of such annulment by the principal commissioner or commissioner. ഇവിടെ പറയാണ്, such a revival shall cease to have effect if such order of annulment is set aside. പിന്നെ ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ അനൽ ചെയ്ത ആ ഉത്തരവിനെതിരെ വീണ്ടും ഫർദർ കേസ് പോവുകയും ആ കേസിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അപ്പീൽ പോവുകയും ആ തടഞ്ഞു വച്ചപ്പെട്ട വിധി റദ്ദാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സെർച്ച് അസസ്മെന്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. സെർച്ച് അസസ്മെന്റ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പഴയ അസസ്മെന്റുകളെല്ലാം വീണ്ടും എന്ത് ചെയ്യും, അബേറ്റ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് ആ പറഞ്ഞ പോയിന്റിന്റെ അർത്ഥം. യെസ്, സോ ഇതൊക്കെ തന്നെ നമ്മുടെ സെർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസസ്മെന്റിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. സോ സെക്ഷനുകൾ ഞാൻ മാർക്ക് ചെയ്ത് തന്നായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനുകൾ ഏതൊക്കെയാണെന്നുള്ളത്. സോ അത് എക്സാമിനേഷൻ നിങ്ങൾ നോക്കിയോ, സെർച്ച് അസസ്മെന്റിൽ നിന്ന് ഉറപ്പായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതിലൊരു സംശയവും വേണ്ട. സോ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഈ സെർച്ച് അസസ്മെന്റ്, ബ്ലോക്ക് അസസ്മെന്റ് നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ എക്സാമിന് പോകാനുള്ള ധൈര്യം കാണിക്കാവൂ കേട്ടോ. ഇത്തവണ എന്തായിരുന്നാലും പരീക്ഷയ്ക്ക് നമുക്ക് ഈ സെർച്ച് അസസ്മെന്റിനെ ചോദിക്കാം. പ്രത്യേകിച്ച് ടൈം പീരീഡിനെ പറ്റി ചോദിക്കാം, 158 BD പറ്റി ചോദിക്കാം, പ്രത്യേകിച്ച് 115 BC പറ്റി ചോദിക്കാം, 113 60% ടാക്സിനെ പറ്റി ചോദിക്കാം. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. 158 BF ഇൻട്രസ്റ്റിനെ പറ്റിയും പെനാൽറ്റിയെ പറ്റിയും നമുക്ക് ചോദിക്കാം. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഉറപ്പായിട്ടും അതിൽ നിന്ന് ചോദിക്കും. നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് സ്കോർ ചെയ്യാനും സാധിക്കുന്ന ഏരിയ ആണ്. യെസ്, സോ ദാറ്റ് ഈസ് സെർച്ച് അസസ്മെന്റ്.